ഒരു ശവം കിടക്കുന്നു. സാധാരണ ഭാഷയിൽ നഗ്നമായിട്ടൊരു ആണിൻ്റെ ശരീരം, വലിയ പൊക്കമൊന്നുമില്ല. ജീവിച്ചിരിക്കുന്ന ശവം പോലത്തെ മനുഷ്യൻ ഈ കോടാലി എടുത്തിട്ട് ഇങ്ങനെ പൊക്കി ഈ കിടക്കുന്ന മരിച്ച മൃതശരീരത്തിൻ്റെ തല ഈ വശത്താഴലേക്ക് ഇങ്ങനെ പൊക്കി അത് താഴോട്ട് കൊണ്ടുവരുന്നു, ആഞ്ഞ് താഴോട്ട് കൊണ്ടുവരുന്നു. പിന്നെ ഞാൻ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക പോലെ ആദ്യം കൈക്കും പിന്നെ മധുരിക്കും. നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് അറൗണ്ട് 96 ആ ഒരു ഇതിലേക്ക് വരുന്നു. എന്നാൽ അതേസമയം പല നോർത്തേൺ സ്റ്റേറ്റ്സ് നോക്കുമ്പം ഇത് ചിലപ്പോൾ ഒരു 76 or 75% ഉള്ളൂ. അവിടെ നിന്ന് കൂടുതൽ IAS IPS അല്ലെങ്കിൽ ഈ മേഖലയിലേക്കുള്ള ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കുകയും നമ്മളതിൽ ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? 97% അക്ഷരജ്ഞാനമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് ഒരു 10 ലക്ഷം പേര് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തു, 7 ലക്ഷം പേര് എഴുതി. അതിൽ നിന്ന് പ്രിലിമിനറി കഴിയുമ്പോൾ 15,000 പേരെ മാത്രം എടുത്തുകൊണ്ട് പിന്നെ ഇൻ്റർവ്യൂവിന് അതിൽ നിന്ന് ഏതാണ്ട് 2,500-3,000 പേരും എടുത്തുകൊണ്ട് വെറും ആദ്യം 1000 പേർക്ക് കിട്ടുന്ന 1000 പേരിലും 100 പേർക്ക് മാത്രമേ IAS കിട്ടുള്ളൂ. ഈ 100 പേരിൽ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, റിസർവേഷനൊക്കെ കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ ആദ്യത്തെ 40 പേർ അങ്ങനെ കിട്ടുള്ളൂ. അങ്ങയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കും ഒരു പവറിനെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? അധികാരം ഉപയോഗിക്കേണ്ടത് എങ്ങനെ നമുക്ക് ആ അധികാരം കൊണ്ട് നല്ല കാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സ്വർഗവും നരകമൊക്കെ ഒരു കർമ്മമൊക്കെ മരിക്കാനൊന്നും നിൽക്കണ്ട. അതൊക്കെ ഈ ജന്മത്തിൽ തന്നെ പലതും സംഭവിക്കുന്നു. കർമ്മത്തിൽ വിശ്വസിക്കും. കർമ്മത്തിന് പല അർത്ഥങ്ങളും ഉണ്ട്. കർമ്മം ഇപ്പം എൻ്റെ കർമ്മം നിങ്ങളെ തോൽപ്പിക്കാൻ, നിങ്ങളെ അടിക്കാൻ, നിങ്ങളുടെ ചെകിടത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും കർമ്മമായിട്ട് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. മറ്റുള്ള മതങ്ങളെ അടിച്ചമർത്തുന്നത് കർമ്മമെന്ന് വിചാരിക്കുന്ന ചിലവരുണ്ട്. സ്ഥാനത്തെത്തുന്നതിനേക്കാൾ കഠിന പ്രയത്നം വേണ്ട ഒന്നാണ് ആ സ്ഥാനത്ത് ഒരു നല്ല രീതിയിൽ തുടരുക എന്നത്. നിങ്ങൾ ചെയ്യേണ്ട ദൗത്യം നിങ്ങൾ ചെയ്താൽ അത് ധാരാളം മതി. സിവിൽ സർവൻസ് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന, പ്രത്യേകിച്ച് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടപഴകേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് പൊളിറ്റീഷ്യൻ. അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഡിസിഷൻസിനെ, സിവിൽ സർവൻസിന്റെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. മൈ ഫാദറിൻ്റെ എൻ്റെ അമ്മായപ്പൻ കെ എം മാണിയാണ്. അപ്പം അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് IASകാർക്ക് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസും അധികാരമൊക്കെ ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാർ പിന്നെ അതിലും എത്രയോ മടങ്ങ് ചെയ്യാൻ സാധിക്കും. രജനി ഹരിദാസിനോട് എനിക്ക് വലിയ വിരോധമാണ്. ഈ സിവിൽ സർവൻസ് എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ വളരെയധികം പഴിയേക്കുന്ന ഒന്നാണ് ഈ കറപ്ഷൻ എന്ന് പറയുന്നത്. ഈ മേഖലയിൽ കറപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഓരോ ഫയലിലും ഒരു ജീവനുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മുഖ്യമന്ത്രിക്ക് പറ്റുന്നില്ല. നമസ്കാരം. UPSC പരീക്ഷകൾ വിജയിക്കുക എന്നത് ലക്ഷോപലക്ഷം ഇന്ത്യൻ യുവതിയുടെ സ്വപ്നമാണ്. ഇന്ന് ഈ UPSC പരീക്ഷയിലേക്കുള്ള വിജയ യാത്രയെ പറ്റിയും ഈ മേഖലയിലെ വെല്ലുവിളികളെയും സാധ്യതകളെയും പറ്റി സംസാരിക്കുവാനായി നമ്മുടെ ഒപ്പമുള്ളത് മുൻ കേരള അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എറണാകുളം ജില്ലാ കളക്ടറും UN സിവിൽ സർവൻറ്റുമായ ഏറ്റവും ആദരണീയനായ MP ജോസഫ് IAS അവറുകളാണ്. സർ നമസ്കാരം. നമസ്കാരം സർ. അപ്പോൾ സാറിനെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ തന്നെ അങ്ങൊരു IAS ഹോൾഡറാണ്, ഒപ്പം തന്നെ IPS ഹോൾഡറാണ്. ഒരു SBI ബാങ്ക് ഉദ്യോഗസ്ഥനിൽ നിന്ന് IAS IPS തലം വരെ എത്തിയ ഒരു വ്യക്തി. സോ വാട്ട് മേഡ് യു ടു ഫ്രം ബീയിങ് ആൻ ഓർഡിനറി മാൻ ഓർ ആൻ ഓർഡിനറി ബാങ്കർ ടു ആൻ എക്സ്ട്രാ ഓർഡിനറി മാൻ? എക്സ്ട്രാ ഒന്നും ഇല്ല കേട്ടോ. ആദ്യം ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്. ഇത് IAS കിട്ടുന്നത് എക്സ്ട്രാ ഒന്നുമല്ല. അത് ദൈവത്തിൻ്റെ കുറച്ച് അനുഗ്രഹവും കുറച്ച് എന്താ പറയുക, കുറച്ച് കുത്തിയിരുന്നുള്ള പഠിക്കലും ഒക്കെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബാങ്കിൽ നല്ല ശമ്പളം കിട്ടിയിരുന്നു. പക്ഷേ ബാങ്കിലത്തെ ജോലി അന്ന് ഭയങ്കര ബോറായിരുന്നു ഞാനത് എല്ലാവരും അത് പറയില്ല. പ്രത്യേകിച്ച് എനിക്ക് ബാങ്കിൽ ജോലി കിട്ടിയത് എനിക്ക് ആന്ധ്ര സർക്കിളിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. അവിടുത്തെ ആദ്യത്തെ തന്നെ എൻ്റെ പോസ്റ്റിംഗ് ഒരു വിജയനഗരം എന്ന് പറഞ്ഞ, ക്രിക്കറ്റൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പണ്ട് മഹാരാജാവ് വിജയനഗരം എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് കമൻറ്റേറ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ മന്ത്രിയൊക്കെ ആയി. പിന്നെ 2-3 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. അപ്പോൾ അവിടെ വിജയനഗരത്തിൽ പോയി. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ അന്നത്തെ ആന്ധ്ര ഇന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ആന്ധ്ര വളരെ നമുക്കൊന്നും ഒരു മലയാളിക്ക് അല്ലെങ്കിൽ നമുക്കൊന്നും അത് അവിടെ കാണുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നും. അത്രമാത്രം അഴുക്കും വൃത്തികേടും, റോട്ടിലൊന്നും കാല് കുത്താൻ പറ്റില്ല. മനുഷ്യൻ്റെ എല്ലാ മലമൂത്ര വിസർജനം എല്ലാം നമുക്കൊക്കെ അത് അന്ന് പ്രത്യേകിച്ച് ഇന്ന് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വിജയനഗരത്ത് പ്രത്യേകിച്ച് അതൊരു 18-ാം നൂറ്റാണ്ടിലത്തെ ഒരു ടൗണായിരുന്നു അന്ന്. അത്രയും പുറകോട്ടുള്ളൊരു ടൗണായിരുന്നു. എന്ന് മാത്രമല്ല
വളരെ മാലിന്യം നിറഞ്ഞ, മൂക്ക് പൊത്തി നടക്കണം. ഓക്കെ. ഞാൻ താമസിച്ചിരുന്ന ഒരു സ്ഥലം തന്നെ മാത്രമായിരുന്നു ഒരു അഭയം. പിന്നെ എൻ്റെ ബാങ്ക് പഴയ ഇമ്പീരിയൽ ബാങ്കാണ്, ഒരു സ്റ്റാൻഡേർഡ് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് മാറിയത്. ആ ബാങ്കും ഒക്കെ മാത്രമായിരുന്നു ഒരു ആലയം. ബാക്കി റോഡിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് രാജംപേട്ട് എന്ന് പറഞ്ഞ വേറെ ഒരു പട്ടണത്തിലേക്ക് മാറ്റി. അതിലും മോശമായിരുന്നു. രാജംപേട്ട് എത്തിയോടുകൂടി ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇത് പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. അപ്പോഴാണ് എൻ്റെ അപ്പൻ പണ്ട് ചെറുപ്പത്തിൽ എന്നോട് പറയാറുണ്ട്, മോനെ നീ IAS ആവണം. അത് ഈ ക്യാച്ച് ദം യങ് എന്നൊക്കെ പറയില്ലേ. ഞാനൊരു 10-11 വയസ്സായിരുന്ന 10 കാലം തുടങ്ങി അപ്പം പറയാറുണ്ട്, മോനെ നീ IAS ആവണം. അമ്മയും പറയാറുണ്ട്, നീ ഒരുപാട് വായിക്കുക, IAS ഒക്കെ നിനക്ക് കിട്ടുമെന്ന്. അപ്പോൾ ആ അപ്പനും അമ്മയ്ക്ക് അത് അന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളൊരു കൗമാരപ്രായത്തിലെത്തുമ്പോൾ അപ്പനൊക്കെ പറയുന്നതൊക്കെ നിഷേധിക്കില്ലേ. അപ്പോൾ ഞാനൊരു നിഷേധാത്മക സ്റ്റേജിൽ കൂടിയാണ് പിന്നെ ഒരു 15 വയസ്സ് തുടങ്ങി ഈ സ്റ്റേറ്റ് ബാങ്കിൽ ജോലി കിട്ടുന്നവരയ്ക്ക്. സ്റ്റേറ്റ് ബാങ്കിൽ ജോലി കിട്ടി, നല്ല ശമ്പളമൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ഈ ആന്ധ്രാപ്രദേശിലത്തെ ജോലി, ഈ മാലിന്യവും ഈ വിഷമം പിടിച്ച ഇതും കണ്ടപ്പോൾ അപ്പൻ ഒക്കെ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. മോനെ നീ IAS ആവുമെന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. നമ്മുടെ മൂത്തവർ, എൻ്റെ അമ്മാമ്മ പറഞ്ഞൊരു പഴഞ്ചൊല്ല് ഓർമ്മ വരുന്നുണ്ട്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക പോലെ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അന്ന് അപ്പം പറഞ്ഞത് കഴിച്ചുവെങ്കിലും പിന്നെ അത് മധുരിച്ചു. അപ്പം ഞാൻ തീരുമാനിച്ചത് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ജോലി വേണമെങ്കിൽ താഴോട്ട് പോകാൻ തയ്യാറല്ല, മുകളിലോട്ടേ പോവുള്ളൂ. അപ്പം പറഞ്ഞ കാര്യം നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ എനിക്ക് ഒരു ആത്മവിശ്വാസം തന്ന അത് ഓർമ്മ വന്നു. ഞാൻ അവിടെ തന്നെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ലീവ് എടുത്ത് പോന്നു. ഒരു 3-4 മാസത്തേക്ക് ലീവ് എടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്ന്, എറണാകുളത്തായിരുന്നു അപ്പനും അമ്മയും. അന്ന് വീട്ടിൽ എന്താ പറയുക, നമ്മുടെ മലയാളത്തിലൊക്കെ പറയുന്ന പോലെ കുത്തിരുന്ന് പഠിച്ചു. ഇതേപോലത്തെ ഇരുട്ട്, ഒരു സ്റ്റൂഡിയോയുടെ അന്തരീക്ഷമുള്ള പോലെ ലൈറ്റ് ഉണ്ടെന്ന് മാത്രം. ഇത് അങ്ങനത്തെ ഒരു മുറിയിൽ നിന്ന് പോകാതെ, സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഒന്നും കാണാതെ ഞാൻ 4 മാസം ഇരുന്ന് പഠിച്ചു. പിന്നെ ഞാൻ പരീക്ഷ പോയി എഴുതി. ഇപ്പോഴും എനിക്ക് ഇത് കിട്ടില്ല എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ധൈര്യം കൂടി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞാൻ ഈ പരീക്ഷ എഴുതി കിട്ടിയപ്പോഴും തന്നെ എനിക്കൊരു ചെറിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഒരു ഓൾ ഇന്ത്യ ലെവലത്തെ ഒരു പരീക്ഷയിൽ കിട്ടാമെന്നുണ്ടെങ്കിൽ അല്പം ഞാൻ എൻ്റെ ഒരു വലിയ മോശമില്ലാത്തൊരു ലെവലുണ്ടെന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് പോയി. ആദ്യത്തെ തവണ പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴും എനിക്ക് നിർഭാഗ്യവശാൽ ഞാൻ വിചാരിച്ച IAS കിട്ടിയില്ല, ഇന്ത്യൻ പോലീസ് സർവീസ്. ഇന്ത്യൻ പോലീസ് സർവീസിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കൊരു പോലീസുകാരനാവാനുള്ള ഒരു മാനസിക ഒരു സ്ഥിതിയല്ല, അന്നുമില്ല ഇന്നുമില്ല. അല്ല, അപ്പോൾ ഇപ്പോൾ ഈ സാധാരണ ആൾക്കാരൊക്കെ UPSC ഏതെങ്കിലും ഒരു ഇത് കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ച് പരീക്ഷ എഴുതുന്ന ഒരു ഭൂരിഭാഗം ആളുകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി IAS തന്നെ വേണം എന്ന് ദൃഢമായി വാശി പിടിക്കാനുള്ള കാര്യം എന്തായിരുന്നു? കാരണം എൻ്റെ അപ്പൻ, ഞാൻ പറഞ്ഞില്ല, അപ്പൻ ഇങ്ങനെ IAS എഴുതാൻ മോനെന്ന് പറഞ്ഞു. അപ്പൻ ഇന്ത്യൻ ഇക്കണോമിക് സർവീസിലായിരുന്നു. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല. അപ്പം അപ്പൻ്റെ എല്ലാ മേലുദ്യോഗസ്ഥന്മാരും IASകാരായിരുന്നു. അപ്പം എന്നോട് UPSC എഴുതാനല്ല പറഞ്ഞത്, IAS കിട്ടും. സ്പെസിഫിക് വളരെ സ്പെസിഫിക് ആയിരുന്നു. അതുകൊണ്ടാണ് IAS തലയിൽ കയറിയത്. വേറെ ഒന്നും IPS കിട്ടിയത് പലർക്കും വലിയ സന്തോഷമായിരിക്കും. എനിക്ക് സന്തോഷമല്ല, എനിക്ക് ദുഃഖമായി. പോലീസ് സർവീസൊക്കെ കിട്ടാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു. കാരണം തലയിൽ കയറിയിരിക്കുന്നത് അപ്പൻ്റെ ആ ഒരു ചെറുപ്പത്തിൽ നമ്മുടെ തലയിൽ നമ്മൾ കയറ്റുന്ന പല കാര്യങ്ങളും ഭാവിയിൽ ഗുണകരമായിട്ട് മാറും. അപ്പം ഇപ്പോൾ ഈ ബാങ്കിങ് മേഖലയിൽ നിന്ന് UPSC മേഖലയിലേക്ക് മാറുമ്പോൾ ഇപ്പോൾ ബാങ്കിങ് ഒരു വലിയ വെല്ലുവിളികൾ നിറഞ്ഞൊരു മേഖല തന്നെ. കാരണം എന്താ വെച്ചാൽ ബാങ്കിങ് മേഖലയ്ക്ക് ഒരുപക്ഷെ ഒരു നിശ്ചിതമായ ഒരു ടൈമിംഗ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിരിക്കാം ആസ് കമ്പയർഡ് ടു ഈ പറയുന്ന സിവിൽ സർവീസ് മേഖലയിലൊക്കെ. അപ്പം അങ്ങനെ സിവിൽ സർവീസ് മേഖലയിൽ പോയി കൂടുതൽ എന്താ പറയുന്നത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും ബാങ്കിങ് മേഖലയിലേക്ക് തിരിച്ചു വരണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അയ്യോ, ഒരിക്കലും ഇല്ല. ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാനത് ബാങ്കിനോടുള്ളൊരു ഇതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ബാങ്കിലത്തെ ഒരു കണക്കുകൾ, എത്ര പണം വരുന്നു, എത്ര പണം പോകുന്നു, ക്യാഷ് വൈകിട്ട് ബാലൻസ് ആകുന്നുണ്ടോ. അന്ന് ഈ കമ്പ്യൂട്ടറും ഇതൊന്നുമില്ല, എല്ലാം നമ്മൾ മാനുവലി ചെയ്യുക ഇപ്പോഴും. അപ്പോൾ എല്ലാം നമ്മൾ തന്നെ ചെയ്തിട്ട്, അതുകൊണ്ട് എന്താണ് ഒരു ബാലൻസിങ് എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി നമുക്ക് കിട്ടിയ പണവും നമുക്ക് പോയ പണവും എല്ലാം ബാലൻസ് ചെയ്ത് കിട്ടുന്ന ബാലൻസ് കണക്ക് ശരിയാവുന്നു. അത് 2 പൈസ കുറവുണ്ടെങ്കിൽ രാത്രി മുഴുവൻ ഇരിക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പോലത്തെ മറ്റുള്ള IAS ജോലി പോലെ തന്നെയാണ് സ്റ്റേറ്റ് ബാങ്കിൽ. പല ദിവസവും 9-10 മണിക്കൊക്കെ വീട്ടിൽ പോകുക. കാരണം ഇത് ബാലൻസ് ആകില്ല, ഡേ ബുക്ക് ബാലൻസ് ആകില്ല, ക്യാഷ് ബാലൻസ് ആകില്ല. അപ്പോൾ ഇരിക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഒരു വ്യത്യാസം തോന്നിയില്ല. പിന്നെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു
സിംഗിൾ ലെയിനാണ്, അതിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. IAS ഓരോ ദിവസം പുതിയ 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 ഒരു ദിവസമല്ല, ഓരോ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ പുതിയ മേഖലയ്ക്ക്. ഇപ്പോൾ ഒരു ദിവസം കളക്ടർ, ഒരു ദിവസം ടൂറിസം ഡയറക്ടർ, 3-ാമത്തെ ദിവസം അഗ്രികൾച്ചർ ഡയറക്ടർ, 4-ാമത്തെ ദിവസം ഇൻഫോസിസ് സ്ഥാപിക്കാനുള്ളത്, 5-ാം ദിവസം മെട്രോയുടെ ചെയർമാൻ, 6-ാമത്തെ ദിവസം ദിവസമല്ല കേട്ടോ, ഓരോ തവണ 6-ാമത്തെ തവണ. അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ ഒരിക്കലും ബോറടിക്കില്ല. മാത്രമല്ല ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ ആണെങ്കിൽ ഓരോ ദിവസം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തുന്ന വിഷയങ്ങൾ എല്ലാം ആബ്സല്യൂട്ട്ലി യു ആർ റൈറ്റ്. നാളെ എന്ത് സംഭവിക്കും, നാളെ ഇവിടെ ഒരു തീവണ്ടി അപകടം ഉണ്ടാവോ, ഒരു 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 എന്താ പറയുക, ഒരു റയറ്റ് ഉണ്ടാകുമോ, നാളെ കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാവുമോ എന്നല്ല. ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, ലോ ആൻഡ് ഓർഡറിൻ്റെ ചാർജ് കളക്ടർക്കാണ്, ഇറ്റ്സ് കംപ്ലീറ്റ്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും മനസ്സറിന് ഉറങ്ങാനൊക്കെ പറ്റുമോ? അത് പറ്റി. കാരണം നമ്മൾ ചെയ്യേണ്ട ദൗത്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു എന്ന് വിചാരിച്ചു പിന്നെ ഉറങ്ങാൻ എന്താ പറ്റും? പിന്നെ ആരെയും നമ്മൾ കൂടുതൽ തലകുനിച്ച് അവരെ പ്ലീസ് ചെയ്യാനോ വിദ്വേഷത്തിനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ഉറക്കത്തിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നു. രാത്രി ഞാൻ എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് എറണാകുളത്ത് സബ് കളക്ടറായിട്ട്, അല്ല സോറി, എൻ്റെ തൃശ്ശൂർ സബ് കളക്ടറായിരുന്നു. എൻ്റെ കളക്ടർ അന്ന് വി വിജയചന്ദ്രനാണ്. അദ്ദേഹത്തിനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും അന്ന് വളരെ ചെറുപ്പമാണല്ലോ, അപ്പോൾ ഈ പറഞ്ഞത് ഒരു ശരിയാണ് കേട്ടോ. അദ്ദേഹത്തോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സാറ് എന്നെ 2 മണിക്ക് സാറിൻ്റെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ചാലക്കുടിയിൽ ആന മതിച്ചിട്ടുണ്ട്, 2 പേരെ കൊന്നു, സബ് കളക്ടർ ഓടിപ്പോ അങ്ങോട്ട്, എല്ലാ കാര്യം കൊണ്ട് പോ എന്നൊക്കെ 2 മണിക്ക് വിളിച്ച്. പിന്നെ കളക്ടർ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റും. 2 മണിക്ക് വിളിച്ച് ആ കാറിൽ പോയി. അവിടെ കാണുന്ന എന്താ, ആന മതിച്ചിട്ട് തല ചവിട്ടി മെതിച്ച ആന കാണുന്നു, മതം പൊട്ടി ആനനെ കാണുന്നു. എത്ര തവണ സാർ എന്നെ ഇങ്ങനെ വിളിച്ചതിന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ പറഞ്ഞു. എങ്കിലും അതായിട്ടൊരു ഭാഗം ശരിയാണ്. ആ ഇടയ്ക്കൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ രാത്രി 2 മണിക്കൊക്കെ ഈ കോള് വരുമ്പോൾ, ഫോൺ അടിക്കുമ്പോൾ 2 മണിക്ക് ഫോൺ അടിക്കുമ്പോൾ എനിക്കറിയാം ആന മതം പൊട്ടിയതോ, അല്ലെങ്കിൽ എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫയർ വർക്ക്സ് പടക്കം പൊട്ടിയതോ മറ്റോ. പിന്നീട് അതിനോട് യൂസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ആകാൻ ബുദ്ധിമുട്ടാണ്. രാത്രി 2 മണിക്ക് നമ്മൾ നല്ല സുഖനിദ്രയിൽ കിടക്കുമ്പോൾ ഒരു കോള് വന്ന് അവിടെ അണക്കെട്ട് പൊട്ടി ഓടിപ്പോകാൻ പറയുമ്പോൾ എങ്ങനെയാണ് യൂസ്ഡ് ആകുക? ഓരോ തവണ യൂസ്ഡ് ആകില്ല. ഒരു സിവിൽ സർവൻറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്ന പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് എൻ്റെ ആസ്പിറൻസിനൊക്കെ ആ ഒരു വേ ഓഫ് പ്രിപ്പറേഷൻ അറിയാൻ സ്വാഭാവികമായിട്ടും അവർക്കൊരു ജിജ്ഞാസ ഉണ്ടാവും. അങ്ങയുടെ ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഈ പറയുന്ന ബുദ്ധിജീവികൾക്കൊക്കെയാണ് ഇത് വിധിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരു പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. വലിയ തെറ്റിദ്ധാരണ. ഞാനെന്ത് ബുദ്ധിജീവി? ഞാൻ സത്യം പറയാം. ഇത് അങ്ങനെ എത്രാമത്തെ വയസ്സിലായിരിക്കും എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ എനിക്ക് 20 വയസ്സിലോ മറ്റോ. ഞാൻ ഫസ്റ്റ് ഇയർ BA ഫസ്റ്റ് ഇയർ MSc കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴാണ് എൻ്റെ സീനിയേഴ്സൊക്കെ സ്റ്റേറ്റ് ബാങ്കിലത്തെ പരീക്ഷ എഴുതാൻ പോകുന്നു. അപ്പോൾ ഈ IAS എന്നുള്ളത് എവിടെയോ തലയിൽ കെടുക്കുന്നുണ്ട്. അപ്പം പറഞ്ഞത് അപ്പോൾ ഒരു ഇതായിക്കോട്ടെ, എനിക്കൊരു ട്രെയിനിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പരീക്ഷ എഴുതാൻ പോയതാണ്. എനിക്ക് അവസാനം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കി ആർക്കും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ അന്ന് must be about 19 or 20 ചെറുപ്പത്തിൽ ഞാൻ ഒരു ക്ലാസ് എനിക്ക് ഡബിൾ പ്രൊമോഷൻ കിട്ടി, എനിക്ക് പഠിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് I was much younger. I was in each of my classes. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ IPS ആദ്യം എഴുതിയത് IAS കിട്ടിയില്ല, IPS കിട്ടിയത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് 2 രീതിയിൽ അതിന് വേണ്ടി പഠിക്കണം. അത് ഒന്ന്, നമ്മൾ ജനറൽ റീഡിങ് ഒരുപാട് വേണം, കണ്ടതും കാണുന്നതും ഒക്കെ വായിക്കണം. അതിപ്പോൾ എന്താ പറയുക, ഓൺലൈനായിട്ട് വരുന്നതും പത്രങ്ങളും, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, മലയാള മനോരമ എല്ലാം നമ്മൾ വായിക്കണം. അതിൻ്റെ എഡിറ്റോറിയൽ, ന്യൂസ്, ബീഹാറിൽ എന്ത് സംഭവിക്കുന്നു, ഒറീസയിൽ എന്ത് സംഭവിക്കുന്നു, UP എന്ത് സംഭവിക്കുന്നു, ട്രംപ് എന്ത് പറയുന്നു, പുടിൻ എന്ത് പറയുന്നു, എല്ലാത്തിനെയും പറ്റിയ ഒരു ജനറൽ റീഡിങ് ഒരുപാട് വേണം. പുസ്തകങ്ങൾ വായിക്കണം, നോവൽ വായിക്കണം, മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കണം, ഒരുപാട് വായിക്കണം. അപ്പോൾ ഒരു വായനശീലം നമ്മൾ ചെറുപ്പത്തിൽ തുടങ്ങി. ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങി. ഞാൻ ഓർക്കുന്നത്, ഞാൻ 7ാം ക്ലാസ്സിൽ മറ്റു പഠിക്കുമ്പോഴാണ് എൻ്റെ ടീച്ചർ അന്ന് പെറി മേസൺ എന്ന് പറഞ്ഞൊരു ഡിറ്റക്റ്റീവ് നോവലുണ്ട്. പെറി മേസൺ ഒരു വക്കീലാണ്, ഏൾ സ്റ്റാൻലി കാർട്ടർ. അതിൻ്റെ ഒരു പുസ്തകം എനിക്ക് വായിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ പറയുന്ന പോലെ നമ്മുടെ ഡിറ്റക്റ്റീവ് നോവലുകൾ, കുറ്റാന്വേഷണ കഥകൾ വായിക്കാനുള്ളൊരു താല്പര്യം വന്നു. അഗാധ ക്രിസ്തിയൊക്കെ വായിക്കാൻ തുടങ്ങി. പിന്നെ ഈ പറയുന്ന പോലെ PG വോർഡ് ഹൗസ് വായിക്കാൻ തുടങ്ങി. വായന വേണം. അത് കഴിഞ്ഞ് ന്യൂസ് പേപ്പർ അതൊക്കെ വായിക്കും. അപ്പോൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നവരുടെ ഒരു ഉപദേശമുള്ളത്, വായിക്കുക, പത്രങ്ങൾ വായിക്കുക, എഡിറ്റോറിയൽ വായിക്കുക. തീർച്ചയായിട്ടും ഹിന്ദു പത്രം വായിക്കുക, ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കുക, മലയാള മനോരമ, മാതൃഭൂമി, ഒരുപാട് നല്ല പത്രങ്ങളുണ്ട്. വായിച്ചിട്ട് കാര്യങ്ങൾ, ജനറൽ റീഡിങ്ങിന് പുസ്തകങ്ങൾ വായിക്കും. സോ ജനറൽ റീഡിങ് ഒരു വശത്ത്. പിന്നെ നമ്മൾ പരീക്ഷയോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ 1 വർഷം മുമ്പോ 1.25 വർഷമൊക്കെ മുമ്പ്, ഗോ ഇൻ ടു ഡെപ്ത്.
നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഓൺ ദ വൺ ഹാൻഡ് പൊതു വായന, പൊതു അറിവ്. രണ്ട്, നമ്മളെടുക്കാൻ പോകുന്ന വിഷയങ്ങൾ, നമ്മൾ ശ്രദ്ധ ചെലുത്താൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് വളരെ അഗാധമായിട്ടുള്ള, അപ്പോൾ അതിൽ കൂടുതൽ പഠിക്കും. അപ്പോൾ 2 തരം വേണം. ജനറൽ റീഡിംഗ് ഉണ്ടെങ്കിലേ പ്രിലിമിനറി ഒക്കെ പാസ്സാകുള്ളൂ. പ്രിലിമിനറി പാസ്സായാൽ മാത്രം പോരല്ലോ, നമുക്ക് IAS എത്തണ്ടേ. അപ്പോൾ മെയിൻസിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ, ഓപ്ഷണൽ സബ്ജക്ട്സും മറ്റ് 7 സബ്ജക്ട്സിനെയും കുറിച്ച്, വിഷയങ്ങളെക്കുറിച്ച് വളരെ അഗാധമായിട്ടുള്ള അറിവ് വേണം. അപ്പോൾ ഇൻഡെപ്ത് റീഡിങ് രണ്ടാമത്തെ സ്റ്റേജിൽ. ആദ്യത്തെ സ്റ്റേജ് ജനറൽ റീഡിങ്, പൊതുജ്ഞാനം. ഒപ്പം തന്നെ ഇൻഡെപ്ത് റീഡിങ് കുറച്ചൊക്കെ തുടങ്ങാം. അത് കൂടുതലായിട്ട് പരീക്ഷ എടുക്കും തോറും കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്ന വിഷയങ്ങളെക്കുറിച്ച്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, GS പേപ്പേഴ്സ്, ജനറൽ സ്റ്റഡീസ് പേപ്പറിനൊക്കെ പറ്റിയുള്ള കൂടുതൽ അഗാധമായിട്ട്, ഡീപ്പിൻ്റെ മലയാളം എന്താ, ആഴത്തിൽ പഠിക്കണം. എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ കഴിവതും ഇപ്പോൾ അത് എൻ്റെ തന്നെ നിയമം ഞാൻ മാറ്റിയെന്നാണ്. മലയാളം പറയുമ്പോൾ മലയാളവും, ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ മൊത്തത്തിലേ ഉള്ളൂ. രജനി ഹരിദാസിനോട് എനിക്ക് വലിയ വിരോധമാണ്. കാരണം അവർ കേരളത്തിൽ ഒരു സംസ്കാരം, ഇംഗ്ലീഷും അല്ല മലയാളം അല്ലാത്തൊരു സംസ്കാരം കൂട്ടിക്കൊഴിക്കുന്ന. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഗ്രിഗറിയുടെ കാര്യം അറിഞ്ഞുകൂടാ, അഭിഷേകിൻ്റെ കാര്യം, അഭിജിത്ത് ക്യാമറാമാനാണ് കേട്ടോ. അഭിജിത്തിൻ്റെ കാര്യം അറിയാൻ പാടില്ല. പക്ഷേ പലർക്കും ഒരു വാക്ക് ഇംഗ്ലീഷിൽ മുഴുവൻ സംസാരിക്കാൻ പറ്റില്ല, ഒരു സെൻറ്റൻസ്, ഒരു വാക്യം മലയാളത്തിൽ മുഴുവൻ സംസാരിക്കാൻ പറ്റില്ല. മലയാളം പറയുമ്പോൾ അതിനിടയ്ക്ക് ഒരു ഇംഗ്ലീഷ് വാക്കുകളും, ഇംഗ്ലീഷ് പറയുമ്പോൾ അതിനകത്ത് തപ്പി മലയാളം കൊണ്ടുവരുന്നു. ഇത്തരത്തിലൊരു ഭാഷയായിട്ട് മാറി, അവിടെ ഇല്ലാത്ത. അതിൽ അങ്ങേക്ക് മറ്റൊരു കാര്യം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ സംസ്കാരം നമ്മൾ ഭയങ്കരമായിട്ട് വെസ്റ്റേണൈസേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പല മലയാളി പാരമ്പര്യമുള്ള കുട്ടികൾക്ക് പോലും മലയാളം അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നില്ലേ? വളരെ നിർഭാഗ്യം ഉള്ള ഒരു കാര്യമാണ്. മലയാള പാരമ്പര്യം അത് കൂടുതൽ ഈ പറയുന്ന പോലെ ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയാമോ ഗ്രിഗറി? ഇത് അവിടെ ഇല്ലാതെയാകും. മനസ്സിലായി. യു ഫോൾ ബിറ്റ്വീൻ 2 വഞ്ചുകൾക്കിടയിൽ വീഴും. മലയാളവും അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ്. മലയാളം ഒരു 5 വാക്യങ്ങൾ ശരിക്ക് പറയാൻ പറ്റുമോ? ഒരു ആശയം മലയാളത്തിൽ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാതെ പറയാൻ പറ്റില്ല. ഇംഗ്ലീഷിലോ ഒട്ടും പറ്റില്ല. ഇംഗ്ലീഷ് പറയുമ്പോൾ മുട്ടും എന്നുവെച്ചാൽ മുഴുവൻ അറിഞ്ഞുകൂടാ. അപ്പം മലയാളത്തിലേക്ക് കൊണ്ടുവരും. നിർഭാഗ്യമാണ്. 2 ഭാഷയെയും കൊല്ലുന്ന ഈ ഒരു വിഷമം ഭാവിയെ വല്ലാതെ അത് ബാധിക്കും. അങ്ങയുടെ UPSC ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങ് ഇതിൽ നമ്മുടെ കോച്ചിങ് സെൻറ്ററിലൊന്നും പോകാതെയാണ് അങ്ങനെ പ്രിപ്പറേഷൻസ് നടത്തിയിരിക്കുന്നത്. ഇന്ന് അടുപ്പിച്ച് UPSC കോച്ചിങ് സെൻറ്ററുകൾ ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ കുട്ടികളെ അതിലേക്ക് തള്ളിവിടുന്നൊക്കെ ഒരു അവസ്ഥയുണ്ട്. കോച്ചിങ് സെൻറ്ററുകളുടെ പ്രാധാന്യം എത്രമാത്രമാണ്? അങ്ങ് കോച്ചിങ് സെൻറ്ററിൽ പോകാത്തതുകൊണ്ട് ഇന്ന് എന്ത് തോന്നുന്നു? എന്തെങ്കിലും കുറവായിട്ടാണോ തോന്നുന്നത്? അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണോ തോന്നുന്നത്? അന്ന് കോച്ചിങ് സെൻറ്റർ ഇല്ലാത്തതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. കോച്ചിങ് സെൻറ്ററിലേക്ക് പോകണമെങ്കിൽ അന്ന് ഡൽഹിയിലത്തെ റാവ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, റാവ് സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെയൊക്കെ പോയി പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ പോയില്ല. ഞാൻ സ്വന്തമായിട്ടാണ് പഠിച്ചത്. ഗുണമുണ്ട്, ദോഷമുണ്ട്. സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ നമ്മളെ തന്നെ കൂടുതൽ നമുക്ക് ഈ വേറെ നോട്ട്സും അതൊന്നും ആശ്രയിക്കാതെ അവർ പറയുന്ന എന്താ പറയുക, ഒരു കയ്യിൽ നമുക്ക് വിളമ്പി തരുന്ന കോരി കഴിക്കുന്നതല്ലാതെ സ്വന്തമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷേ ഇതിന് മറുവശമുണ്ട് കേട്ടോ. ഈ മറുവശം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം എടുക്കുന്നത് സച്ചിൻ തെണ്ടുൽക്കർ, ജമൈമ റോഡ്രിഗ്സ്, ഇവരൊക്കെ നല്ല ക്രിക്കറ്റ് കളിക്കാരാണ്. പക്ഷെ അവർക്ക് ആരെങ്കിലും അവരോട് ഇങ്ങനെ ബാറ്റ് പിടിക്കുന്നത് ശരിയല്ല, ഇങ്ങനെ സ്വീപ്പ് ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെ സ്റ്റാൻസ് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് വേറെ ഒരു കോച്ച് ഉണ്ടെങ്കിൽ, പരിശീലകൻ ഉണ്ടെങ്കിൽ, ഗൈഡ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്രയും ക്രിക്കറ്റിൽ ശോഭിക്കുന്നത്. അത് ക്രിക്കറ്റിൽ മാത്രമല്ല, അത് കായിക രംഗത്ത് മാത്രമല്ല, അത് സിവിൽ സർവീസിലും കാരണം ഇത് നമ്മുടെ അറിവും നമ്മുടെ വിവരവും നമ്മുടെ ഒരു പ്രശ്നത്തെക്കുറിച്ച് വിശകലനം ചെയ്ത് അത് പല ദൃഷ്ടികോണിൽ നിന്ന് നോക്കാനുള്ള കഴിവ് മാത്രമല്ല, അതിനുള്ള പരിശീലനം മാത്രമല്ല, പഠിപ്പ് മാത്രമല്ല, ഇതെല്ലാം 2 മണിക്കൂറിനകം 20 ചോദ്യത്തിന് ഉത്തരമായിട്ട്, ഒരു ചോദ്യത്തിന് വേണമെങ്കിൽ 8 മിനിറ്റോ 5 മിനിറ്റോ 4 മിനിറ്റോ നമ്മുടെ മനസ്സിലിരിക്കുന്നത് അതിലേക്ക് ആ കടലാസിൽ പകർത്തണം. നമ്മുടെ ബുദ്ധി, നമ്മുടെ വിവരവും നമ്മുടെ അറിവും ബീഹാറിലിരിക്കുന്ന എക്സാമിനർ, പരീക്ഷയ്ക്ക് മാർക്കിടുന്ന ഈ വിഷയത്തിന് മാർക്കിടുന്ന വ്യക്തിക്ക് അറിയാൻ പറ്റില്ല. അയാൾക്ക് അറിയാൻ പറ്റുന്ന അദ്ദേഹത്തിന് മുമ്പിലുള്ള കടലാസാണ്.
ഈ കടലാസ് എവിടെ നിന്നാണ്, എന്താ കേരളത്തിൽ നിന്നാണോ ആഫ്രിക്ക മറ്റേ തമിഴ്നാട് നിന്നാണോ യു പി നിന്നാണോ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ. ഇതിനകത്ത് എന്താണോ എഴുതിയിരിക്കുന്നത് അത് വെച്ചാണ് മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം അറിയാം, പക്ഷെ അത് ആ പേപ്പറിലേക്ക് പകർത്താൻ സാധിച്ചെങ്കിൽ മാർക്ക് കിട്ടില്ല. അല്ല, ആദ്യത്തെ ചോദ്യത്തിന് അറിയാവുന്ന ഒക്കെ എഴുതി വെച്ചു, പിന്നെ 5 ചോദ്യം കഴിഞ്ഞപ്പോൾ സമയം കഴിഞ്ഞു, ബാക്കി 15 ചോദ്യം ചെയ്തിട്ടില്ല, എന്താ കാര്യം. അപ്പോൾ ഈ പരീക്ഷ എഴുതുന്നത് അറിവ് വേണം, വിശകലനം ചെയ്യാനുള്ള കഴിവ് വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ആ അറിവും വിശകലനം ചെയ്യാനുള്ള കഴിവും ഒരു കടലാസിലേക്ക് പകർത്താനുള്ള എന്താ പറയുക നൈപുണ്യം അതും വേണം. ഇതിലത്തെ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാതായാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് അറൗണ്ട് 96 പോയിന്റ് ആ ഒരു ഇതിലേക്ക് വരുന്നു. എന്നാൽ അതേസമയം പല നോർത്തേൺ സ്റ്റേറ്റ്സ് നോക്കുമ്പം അത് ചിലപ്പോൾ ഒരു 76 or 75% ഉള്ളൂ. അവിടെ നിന്ന് കൂടുതൽ IAS IPS അല്ലെങ്കിൽ ഈ മേഖലയിലേക്കുള്ള ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കുകയും നമ്മളതിൽ ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിശകലനം മാറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചു കാലം മുമ്പ് ഒരിക്കലും വിശകലനം അക്ഷരജ്ഞാനം എന്നാണ്. ഈ എഴുതാൻ പറ്റുമോ, നമ്മുടെ ഒപ്പിടാൻ പറ്റുമോ എന്നുള്ള വളരെ ചുരുക്കിയത് മാത്രമാണ്. അതാണ് അക്ഷരജ്ഞാനം. അത് 97% അക്ഷരജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് അക്ഷരജ്ഞാനം അല്ലല്ലോ, മാത്രമല്ലല്ലോ നോക്കുന്നത്, അതിൻ്റെ മേലെ വേറെ ലെവലല്ലേ വിശകലനത്തിനുള്ള. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ ലിറ്ററസി ലെവൽ 97% ആയതുകൊണ്ട് നല്ല കാര്യം തന്നെ അത്. പക്ഷെ അക്ഷരജ്ഞാനം കൊണ്ട് IAS കിട്ടില്ല. അക്ഷരജ്ഞാനത്തിനും എത്രയ്ക്കും മേലെ നമ്മൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അത് എഴുതാനുള്ള കഴിവുണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ 70% അക്ഷരജ്ഞാനം ഉള്ളവർക്ക് അവിടെ കിട്ടുന്നത്. കാരണം ഇത് ഒരു 10 ലക്ഷം പേര് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്ത് 7 ലക്ഷം പേര് എഴുതി, അതിൽ നിന്ന് പ്രിലിമിനറി കഴിയുമ്പോൾ 15,000 പേരെ മാത്രം എടുത്തുകൊണ്ട് പിന്നെ ഇൻ്റർവ്യൂവിന് അതിൽ നിന്ന് ഏതാണ്ട് 2,500-3,000 പേര് എടുത്തുകൊണ്ട് വെറും ആദ്യം 1000 പേർക്ക് കിട്ടുന്ന ആ 1000 പേരിലും 100 പേർക്ക് മാത്രമേ IAS കിട്ടുള്ളൂ. ഈ 100 പേരിൽ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, റിസർവേഷനൊക്കെ കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ ആദ്യത്തെ 40 പേർ അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ 7 ലക്ഷം പേര് കഴിഞ്ഞ് 10 ലക്ഷം പേരിൽ നിന്ന് ആദ്യത്തെ 40 പേർക്കാണ് കിട്ടുന്നത്. അതൊരു അക്ഷരജ്ഞാനം കൊണ്ടൊന്നും ആവില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന എന്താ പറയുക നോർത്തേൺ സ്റ്റേറ്റ്സിൽ കൂടുതൽ ഇതുണ്ടാകുന്നത്. ഇപ്പോൾ ഈ UPSC എന്ന് പറയുന്നത് വലിയൊരു പവറാണ്. ഇപ്പോൾ ഒരു സാധാരണക്കാരനൊരു പവർ നൽകുന്ന പോലെ തന്നെയാണ് ഒരു പഠിച്ച് പവർ. അങ്ങയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കും ഒരു പവറിനെ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കേണ്ടത്? പവറിനെ എഫിഷ്യൻ്റ് ആയിട്ടല്ല, പവറിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എഫിഷ്യൻസി അല്ല. പവറിനെ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നാണ്. എഫിഷ്യൻ്റായിട്ട് മോശകാര്യം ചെയ്യാനായിട്ട് പവർ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിച്ചാൽ അത് വിനാശകാലത്തിലേക്ക് പോകുള്ളൂ. അധികാരം ഉപയോഗിക്കേണ്ടത് എങ്ങനെ നമുക്ക് ആ അധികാരം കൊണ്ട് നല്ല കാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ കസേരയിലിരിക്കുമ്പോൾ, ഞാനൊരു കളക്ടറായിട്ടിരിക്കുമ്പോൾ, സബ് കളക്ടറായിട്ടിരിക്കുമ്പോൾ, ടൂറിസം ഡയറക്ടറായിട്ടിരിക്കും, എൻ്റെ ആ അധികാരം, എനിക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. ആ അധികാരം എങ്ങനെ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നാണ്. ഒരു കളക്ടറായിട്ടിരിക്കുമ്പോൾ, കളക്ടറാണ് ഇപ്പോൾ എല്ലാവർക്കും പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു IASമായിട്ട് കളക്ടർക്കാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഉദാഹരണം കൂടുതൽ എടുക്കുന്നത്. അത് കളക്ടറായിരിക്കുമ്പോൾ, സബ് കളക്ടറായിരിക്കുമ്പോൾ എങ്ങനെ ഒരു റോഡ് നന്നാക്കാൻ സാധിക്കും, എങ്ങനെ ഒരു പാലം പണിയാൻ സാധിക്കും, എങ്ങനെ 10 വീടില്ലാത്തവർക്ക് വീട് പണിയാൻ സാധിക്കും, എങ്ങനെ ഒരു പ്രളയം വന്നിട്ട് നശിച്ചു പോയവർക്ക് എങ്ങനെ അവരെ പുനരധിവസിക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ അധികാരം കൊണ്ട് ഉപയോഗിക്കുന്നത്. അധികാരം നമുക്ക് അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, മോശ കാര്യത്തിന് ഉപയോഗിക്കാം. മറ്റുള്ളവരെ അടിച്ചമർത്താനായിട്ട് അധികാരം ഉപയോഗിക്കാം, മറ്റുള്ളവരെ ഉദ്ധരിക്കാനായിട്ട് അധികാരം ഉപയോഗിക്കാം. അതിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിനകത്തൊക്കെ നമ്മൾ ഈ ഹൈന്ദവ മതത്തിൽ കർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നുവല്ലോ. നല്ല കാര്യം ചെയ്താൽ നല്ല ഭാവിയിൽ നല്ലത് വരും, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നല്ലതായിട്ട് ജനിക്കും. നമ്മൾ മറ്റുള്ള ഈ ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും യൂതമതത്തിലൊക്കെ സ്വർഗവും നരകവും, ഈ സ്വർഗവും നരകമൊക്കെ ഒരു കർമ്മമൊക്കെ മരിക്കാനൊന്നും നിൽക്കണ്ട, അതൊക്കെ ഈ ജന്മത്തിൽ തന്നെ പലതും സംഭവിക്കും. ദൈവവിശ്വാസിയാണോ? നല്ല ദൈവവിശ്വാസമാണ്. ഈ ദൈവവിശ്വാസം ഇതിലേക്ക് എത്രമാത്രം ഇതാവുന്നുണ്ട്? എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് നിരീശ്വരവാദികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം അങ്ങേക്ക് പങ്കുവെക്കാം? ഈ UPSC ജേണിയിൽ എന്തെങ്കിലും ഉണ്ടായ അനുഭവങ്ങളെ പറ്റി? ഞാൻ ആവശ്യപ്പെടാതെ തന്നെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നും കൃതജ്ഞതയുള്ളവരാണ്. ഞാൻ ഇന്നതിനു വേണ്ടി പ്രാർത്ഥിച്ച് അത് ദൈവം തരുന്നേക്കാളൊക്കെ ഞാൻ പ്രാർത്ഥിക്കാത്ത അതിലും വലിയ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ദൈവം നൽകി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, എന്താ അർത്ഥം?
ഒരുപാട് പ്രാർത്ഥിക്കാത്ത, ഞാൻ ഉദ്ദേശിക്കാത്ത, എൻ്റെ ജീവിതത്തിൽ ഓർത്തില്ല UN പോകുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ UN പറ്റി ഒക്ടോബർ 24 ഈ ചർച്ചകളിൽ പങ്കുചേർന്നിട്ടുണ്ട്. മത്സരങ്ങൾ മറ്റേ പ്രസംഗ മത്സരങ്ങളിലൊക്കെ പങ്കുചേർന്നിട്ട്. അതേപടിയോ ന്യൂയോർക്കിലും ജനീവയിലും ഒക്കെ കിടക്കുന്ന എന്തോ നമുക്കൊന്നും ചിന്തിക്കാം. ചന്ദ്രനിലേക്ക് പോകുന്ന അല്ലെങ്കിൽ താരങ്ങളിലേക്ക് പോകുന്ന ഒന്നായിട്ട് ഒരു ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചല്ലേ UN പോകുന്നു. അതൊക്കെ ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് കിട്ടിയതല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ച് എനിക്ക് ഇത് തരൂ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമല്ലേ? ചോദിക്കാതെ ദൈവം എന്തൊക്കെ തന്നിട്ടുണ്ട്, അതിന് കൃതജ്ഞതയില്ല വേണ്ടത്. ഇപ്പോൾ ഒരു സ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ കഠിന പ്രയത്നം വേണ്ട ഒന്നാണ് ആ സ്ഥാനത്ത് ഒരു നല്ല രീതിയിൽ തുടരുക എന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രസിദ്ധമായൊരു കോട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ മേഖലയിലേക്കൊക്കെ ഇപ്പോൾ ഈ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് എത്തി ഈ ഒരു പൊസിഷനിൽ എത്തുന്ന ആളുകൾ അവരെങ്ങനെയായിരിക്കും ആ ഒരു മേഖലയിൽ ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യേണ്ടതെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ, അത് UPSC എന്ന് മാത്രമല്ല ഏത് സ്ഥാനങ്ങളിലാണെങ്കിലും, അതെ, സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ദൗത്യം നിങ്ങൾ ചെയ്താൽ അത് ധാരാളം മതി. ഹൈന്ദവ മതത്തിൽ നമ്മൾ കർമ്മം എന്ന് പറയുന്നു, നമ്മൾ പറയുന്നു. ക്രിസ്തീയ മതത്തിലൊക്കെ തെറ്റ് ചെയ്യരുത്, നന്മ ചെയ്യൂ, മറ്റുള്ളവരെ സഹായിക്കൂ, ദാനം ചെയ്യൂ, ശത്രുവിനെ പോലും സ്നേഹിക്കൂ. അത് നിങ്ങൾ ഇപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് ചെയ്താൽ അത് ധാരാളം മതി. അപ്പോൾ ആ കിട്ടുന്നത് പോലെ തന്നെയാണ് ആ ഒരു കസേരയിൽ ഇരുന്ന് തുടരാനായിട്ട്. ഇത് വിചാരിച്ചു എന്ന് വെച്ചാൽ നാളെ ട്രാൻസ്ഫർ കിട്ടില്ല എന്നോ ഒന്നും പറയാനാകില്ല. ട്രാൻസ്ഫർ കിട്ടും. ഞാൻ എറണാകുളത്ത് കളക്ടറായി ഏറ്റവും ശോഭിച്ചിരിക്കുന്ന കാലത്ത്, ഞാൻ കളക്ടറായിരുന്ന സമയത്താണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഒരു മാർപ്പാപ്പയെ കേരളത്തിൽ വന്നിട്ടുള്ളൂ. എറണാകുളത്താണ് 3 ദിവസം ഇവിടെ താമസിക്കുകയായിരുന്നു. ഇവിടെ നമ്മുടെ വരാപ്പുഴ മെത്രാപ്പോലീത്തയുടെ നമ്മുടെ സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്സിലാണ് താമസിച്ചത്. 4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ തവണ പിതാവ് വരുമ്പോൾ ഞാൻ പോയി എയർപോർട്ടിൽ സ്വീകരിക്കണം. ഓരോ തവണ ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ പോകുമ്പോൾ പോയി, ഞാൻ മേയറും കൂടിയായിരുന്നു. അപ്പോൾ ആ 2 സ്ഥാനത്ത് വെച്ച് അദ്ദേഹത്തിന് 5-6 തവണ നേരിട്ട് കാണാൻ സാധിച്ചു. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതാ നേരത്തെ ഉണ്ട്. അപ്പം പിന്നെ എനിക്കിത് വേണം അത് വേണം ചോദിച്ചു, അതിനു വേണ്ടി നേർന്ന് പിന്നെ ഉള്ള ഒരുപാട് തന്നിരിക്കുന്നു. എനിക്കൊന്നും അർഹതപ്പെടാത്ത പല കാര്യങ്ങളും IAS കിട്ടും തന്നെ ഒരു വലിയ കാര്യമില്ല. ഞാൻ ചോദിച്ചോ, കൂടുതൽ ഒരുപാട് UN പറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ആര് വിചാരിക്കുന്നു എത്ര പേര് കേരളത്തിൽ നിന്ന് UN ഒരുപാട് അങ്ങനെ വളരെ വിരളമാണ് കയ്യിലെണ്ണാവുന്നത്. IAS കേരളത്തിൽ നിന്ന് ആരും തന്നെ പോയിട്ടില്ല. അതെ. അപ്പോൾ ദൈവം എന്നെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹത്തിന് കൃതജ്ഞതയാണുള്ളത്. അല്ലാതെ ഇപ്പോൾ വീണ്ടും ഞാൻ പോയിട്ട് നേർന്നു 100 രൂപ ഇട്ടിട്ട് 1000 രൂപ കിട്ടണേ തരണേന്ന് പറയുന്നത്, ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചിട്ട് അത് പള്ളിയിൽ പോയിട്ട് വെഞ്ചരിച്ച്, അതിൽ ഞാൻ അധികം വിശ്വസിക്കുന്നില്ല. കർമ്മത്തിൽ വിശ്വസിക്കും. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങയുടെ നല്ല പ്രവർത്തനങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുക. കർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളെ കൊല്ലുന്നത് എൻ്റെ കർമ്മമെന്ന് ഞാൻ വിശ്വസിച്ച് എന്നെ കൊല്ലാൻ തുടങ്ങിയാൽ പിന്നെ അതുകൊണ്ട് കർമ്മത്തിന് പല അർത്ഥങ്ങളും ഉണ്ട്. കർമ്മം ഇപ്പോൾ എൻ്റെ കർമ്മം നിങ്ങളെ തോൽപ്പിക്കുക, നിങ്ങളെ അടിക്കുക, നിങ്ങളുടെ ചെകുടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും കർമ്മമായിട്ട് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. മറ്റുള്ള മതങ്ങളെ അടിച്ചമർത്തുന്നത് കർമ്മമെന്ന് വിചാരിക്കുന്ന ചിലവരുണ്ട്. അപ്പോൾ ആ കർമ്മത്തിലേ ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഈ സിവിൽ സർവൻസ് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന, പ്രത്യേകിച്ച് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടപഴകേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പല പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത് നമ്മുടെ ഡിസിഷൻസിനെ, സിവിൽ സർവൻസിൻ്റെ ഡിസിഷൻസിനെ ഇൻ്റർഫിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് കളക്ടറായിട്ട് ട്രെയിനിങ്ങിന് വരുമ്പോഴോ, അതായത് ആദ്യത്തെ പോസ്റ്റ് ഞാൻ പറയുന്നത് തൃശ്ശൂർ, അത് വെറുതെ 1-2 മാസത്തിനകത്ത് രാഷ്ട്രീയക്കാർക്ക് അറിയാം. അവർ വിളിച്ചു നോക്കും, അത് ആ ഫയലിൽ ഇത് വരുന്നുണ്ട്, അത് ഇങ്ങനെ രീതിയിൽ ചെയ്യണം എന്നൊക്കെ സൂചിപ്പിക്കും. അതിൻ്റെ പാശ്ചാത്തലം നോക്കി, നിയമം നോക്കി, നന്മ നോക്കി ഒരു തീരുമാനം എടുത്താൽ അയാൾക്ക് മനസ്സിലാവും, അവർക്ക് മനസ്സിലാവും ഇത് ഇയാളെ അധികമൊന്നും ഫോൺ ചെയ്താൽ നടക്കാൻ പോകുന്നില്ല. നമ്മുടെ എന്താ പറയുക, നമ്മളെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മളെക്കാളും നന്നായിട്ട് രാഷ്ട്രീയക്കാർക്ക് നമ്മളെക്കുറിച്ച് അറിയാം. ഇന്നയാളിത് ചെയ്യില്ല, നമ്മൾ ഫോൺ ചെയ്താലും ചെയ്യില്ല, അവിടെ പോയി കണ്ടാലും ചെയ്യില്ല, എന്ത് രീതിയിലും
അദ്ദേഹത്തിനെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് രാഷ്ട്രീയക്കാർക്ക് പെട്ടെന്ന് ഒരു പുതിയ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ മനസ്സിലാവും. അവർക്ക് 100 വഴികളുണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ഞാനത് ചെയ്യില്ല എന്ന് മനസ്സിലായ പിന്നെ എൻ്റെ അടുത്ത് വരില്ല. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു ഫ്രീഡം ഒക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നന്മയൊക്കെ കിട്ടും. എൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ എൻ്റെ റിട്ടയർ ചെയ്തിട്ട് ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ടും പുതിയ പുതിയ ജോലികൾ, പുതിയ പുതിയ തസ്തികകൾ, പുതിയ പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് അവർക്ക് കിട്ടുന്നു. കാരണം അവർ വഴങ്ങിക്കൊടുക്കുമ്പോൾ നമുക്ക് അതൊക്കെ കിട്ടുന്നു. പക്ഷേ അതിപ്പോൾ എല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു UPSC പരീക്ഷയുടെ ഒരു ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ, ഒരു UPSCയിൽ IAS, IPS, IFS ആണ് കോമൺലി ആൾക്കാർ അറിയുന്നത്. അതിലുപരിയായിട്ട് എന്തൊക്കെ പൊസിഷൻസിലേക്ക് ഒരു വ്യക്തിക്ക്? അതിന് ഉപരിയെന്നോ താഴെയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് IAS-ന്, പിന്നെ IFS, അല്ലെങ്കിൽ ഇപ്പോൾ പണ്ട് IFS-ന് ഒരുപാട് പേര് പരിശ്രമിച്ചിരുന്നു. ഇന്നിപ്പോൾ അന്നൊന്നും വിദേശത്തേക്ക് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇന്നിപ്പോൾ ഡൽഹി പോകുന്നതിനേക്കാളും എളുപ്പമാണ് ദുബായി പോകാനും അമേരിക്കയിൽ പോകാനും കാനഡയിൽ പോകാനും. അതുകൊണ്ട് IFS-ന് അങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു 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 താല്പര്യം ചെറുപ്പക്കാരുടെ ഇടയിലില്ല. IFS-നുള്ളൊരു ഒരു 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 ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10-15 വർഷം നമ്മൾ 3rd സെക്രട്ടറി, 2nd സെക്രട്ടറി ഒക്കെ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വലിയ പണിയൊന്നുമില്ല. പിന്നെ അംബാസഡറായിട്ട് സീനിയറൊക്കെ ആയി 10-15-20 കൊല്ലമായി ഒരു രാജ്യത്തിലേക്കുള്ള അംബാസഡറൊക്കെ ആയാലാണ് പിന്നെയും ഒരു 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 സ്ഥാനത്തെത്തുന്നത്. അതുവരെയ്ക്ക് നമ്മളിപ്പോൾ ജർമ്മനിയിലെ 2nd സെക്രട്ടറി ആണെങ്കിൽ അവിടെ ഒരു മന്ത്രി വന്ന് അയാളുടെ ഹോട്ടൽ ബുക്ക് ചെയ്യുക, അയാളുടെ പ്രോഗ്രാം നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഒരു ഹീസ് മോർ എന്താ പറയുക പ്രോട്ടോകോൾ ഓഫീസർ തന്നെ. ഒരു അംബാസഡറൊക്കെ ആയി, ഒരു ജർമ്മനിയിലെ അംബാസഡറോ അല്ലെങ്കിൽ UK അംബാസഡറോ വലിയ വലിയ രാജ്യങ്ങളിലേക്കാണ്. ചെറിയ രാജ്യങ്ങളിലേക്കാണെങ്കിലും അപ്പോഴാണ് അത് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പൊക്കെ അത് ആവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ IFS-ൽ വളരെ കുറവാണ്. നേരെ മറിച്ച് IAS-ലും IPS-ലും ഒക്കെ ആദ്യം തന്നെ അധികാര സ്ഥാനങ്ങളിലേക്കൊക്കെ കയറുന്നത്. അധികാരം ഞാൻ എപ്പോഴും പറയും നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം, അത് നല്ലതിന് വേണ്ടി. അപ്പോൾ IFS-ൻ്റെ പണ്ടത്തെ പോലത്തെ ഒരു തള്ളില്ല. അന്ന് വിദേശത്തേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ല, അതില്ല. അതുകൊണ്ട് IFS വഴിക്ക് രാജ്യങ്ങൾ കാണാമെന്നുള്ളതാണ്. ഞാൻ IFS ഒന്നും കയറാതെ തന്നെ 102, 103 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. പലരും നമ്മുടെ ചെറുപ്പം ഷുവർ ഗ്രിഗറേയും പല രാജ്യങ്ങളൊക്കെ കണ്ടു കാണും, ഗ്രിഗർ പല രാജ്യങ്ങളൊക്കെ കണ്ടു കാണും. അപ്പോൾ IFS വഴി ലോകം കാണാൻ ഒരു അവസ്ഥ ഇന്നില്ല. അതുകൊണ്ട് IFS-നോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. ഇപ്പോഴും ഉണ്ട് കേട്ടോ ചിലർക്കൊക്കെ താല്പര്യം. ആദ്യത്തെ 3rd സെക്രട്ടറി, 2nd സെക്രട്ടറി, 1st സെക്രട്ടറി ആയ പിന്നെയുണ്ട്. പിന്നെ കൂടുതൽ ഈ വിസ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെയാണ്. അല്ലാതെ ഒരു കളക്ടർ, അല്ലെങ്കിൽ ഒരു ടൂറിസം സെക്രട്ടറി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫോറസ്റ്റ് സെക്രട്ടറി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെയുള്ള അധികാരങ്ങളൊന്നും IFS-ലില്ല. അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും IAS-ലേക്കാണ്. IFS-ന് ഇല്ലയെന്ന് ഞാൻ പറയില്ല, ഗ്ലാമർ ഇപ്പോഴും ഉണ്ട്. പിന്നെ IPS ഉണ്ട്. ഇപ്പോൾ ചിലർക്ക് പോലീസായി ആൾക്കാരെ നിലയ്ക്ക് നിർത്താൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട്. അവരുടെ ഫസ്റ്റ് ചോയ്സ് IPS ഒക്കെ ആയിരിക്കും. പക്ഷേ IPS ഈ പറഞ്ഞതുപോലെ നല്ലൊരു ഒരു സർവീസാണ്. ക്രൈം ഡിറ്റക്ഷൻ, ലോ ആൻഡ് ഓർഡർ ഒക്കെ എല്ലാം അധികാരമുള്ളതാണ്. എന്താ പറയുക, ഗാന്ധിജി പണ്ട് ഈ അധികാരം എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നമുക്ക് എത്ര സാധിക്കും, അതാണ് അധികാരം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കണം. എനിക്ക് ഗ്രീയരെ സ്വാധീനിക്കാൻ പല രീതിയിലും സാധിക്കും. തോക്കെടുത്തിട്ട് എൻ്റെ ഇത് തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞു, അതും സ്വാധീനമാണ്. അല്ലെങ്കിൽ ഒന്ന് തരാമോ, എനിക്കൊരു ഫോൺ തരാനാണ്. ഹിറ്റ്ലറിൻ്റെ പവർ എന്തായിരുന്നു? ഹിറ്റ്ലർ സ്വാധീനിച്ചത് തോക്കും ബോംബും വഴിക്ക്. മഹാത്മാഗാന്ധിയോ ഒരു ലാത്തി പോലും ഉണ്ടായിരുന്നില്ല. ഒരു ലാത്തി പോലും ഇല്ലാതെ ഈ ചെറിയ മുണ്ടല്ലാതെ ഉടുത്ത് ആദ്യത്തെ കോട്ട് മാറ്റി, സൂട്ട് മാറ്റി, പാൻറ്റ് മാറ്റി, ജുബ മാറ്റി, ഒന്നുമില്ലാതെ നേക്കഡ് ഫക്കീർ എന്ന് വിളിച്ചിരുന്ന ഒരു നഗ്നനായ ഒരു ഭിക്ഷക്കാരനെ പോലെ നടന്ന അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സ്വാധീനം, സ്വാധീനിച്ചുകൊണ്ടുള്ള ആ അധികാരം ലോകത്തിപ്പോൾ വളരെ വളരെ ചുരുക്കം പേരൊക്കെയുള്ളൂ. ഇന്നും എത്ര മരിച്ചിട്ട് ഇപ്പോൾ എത്ര അദ്ദേഹത്തിന് വെടിവെച്ച് കൊന്നിട്ട് എത്ര കൊല്ലം, എത്ര അദ്ദേഹത്തിൻ്റെ പേര് അടിച്ചമർത്താൻ സാധിച്ചു നോക്കിയാലും അത് സ്വാധീനങ്ങൾ അധികാരം പല രീതിയിലുണ്ട്. ഒന്ന് തോക്ക് ലാത്തി ചൂണ്ടിയുള്ള അധികാരം, ഒന്ന് ഈ പറഞ്ഞ പോലെ കളക്ടറായിട്ട് കസേരയിൽ നിന്നിട്ട് നിയമത്തിൻ്റെ അധികാരം. ഇതൊന്നുമില്ലാത്ത മറ്റൊരു IAS-ഉം IPS-ഉം മാത്രമല്ല, മറ്റത് എത്രയോ അധികാരങ്ങൾ. മഹാത്മാഗാന്ധിക്ക് എന്ത് IPS ഉണ്ടായിരുന്നു, എന്ത് IAS ഉണ്ടായിരുന്നു.
സ്വാധീനിക്കുന്നത് പല രീതിയിൽ. അപ്പോൾ IPS IAS മാത്രമല്ല സ്വാധീനം, ലാത്തി ഉപയോഗിച്ചുള്ള സ്വാധീനം ഒന്ന്, അധികാരങ്ങളും നിയമങ്ങളും ഉപയോഗിച്ചിട്ട് എനിക്ക് CRPCയിൽ ഇന്ന അധികാരം തരുന്നുണ്ട് അതുകൊണ്ടുള്ള ഒന്ന്, എൻ്റെ കയ്യിൽ ബഡ്ജറ്റിൽ എനിക്ക് പണം അനുവദിച്ചത് എനിക്ക് അത് വിഭജിച്ച് കൊടുക്കാൻ സാധിക്കും, പണത്തിൻ്റെ അധികാരം. ഇതൊക്കെ അധികാരത്തിൻ്റെ പല മുഖങ്ങളാണ്. അതെല്ലാം നല്ലതാണ്, ഞാൻ പറയുന്നത് നല്ലത് മോശമൊക്കെയാണ്. ഹിറ്റ്ലർ അത് മോശമായിട്ട് ഉപയോഗിച്ചു. പക്ഷേ അതുകൊണ്ട് IAS IPS പുറമെ ഒരു രംഗമുണ്ട്, അത് നമ്മൾ മറക്കരുത്. മനുഷ്യരെ സ്വാധീനിക്കാനുള്ള, സാധാരണക്കാരനും സ്വാധീനിക്കും. തീർച്ചയായിട്ടും. ആ സാധാരണക്കാരൻ്റെ ഒരു ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് മഹാത്മാഗാന്ധി. ഒരു ലാത്തിയില്ല, ഒരു തോക്കുമില്ല, ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ പെന്ന് ഉണ്ട്. അപ്പോൾ സ്വാധീനം പലതും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു വേറെ ലെവലിലേക്ക് ചർച്ച കൊണ്ടുപോയെങ്കിലും IPS IAS ഒക്കെ തീർച്ചയായിട്ടും നല്ലതാണെങ്കിൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടരുത്. വേറൊരു സ്വാധീന മേഖല നമുക്കുണ്ട്, നിങ്ങൾക്കുണ്ട് എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രേക്ഷകർക്ക് ഇതിലുള്ള ഒരു പേ സ്കെയിലിനെ കുറിച്ചൊക്കെ കൂടി അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല, അതും കൂടെ സാർ ഒന്ന് മെൻഷൻ ചെയ്യണമെങ്കിൽ. UPSC IAS മറ്റുള്ള ഇതര സർവീസുകളിലൊന്നും ഒന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ മൈക്രോസോഫ്റ്റിലോ അല്ലെങ്കിൽ അഡോബിയിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊന്നും കിട്ടുന്ന ശമ്പളമൊന്നും കിട്ടില്ല. മാസത്തിൽ 2, 3, 4 ലക്ഷമൊന്നും കിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മാസത്തെ ശമ്പളം 70,000 അടുത്ത് വരും, ±2 or 3,000. കൃത്യം ഞാൻ ഓർക്കുന്നില്ല, 70 72 അതോ 68 അങ്ങനെ ഒരു ശമ്പളം വരും. എന്ന് പറഞ്ഞാൽ if you 7-12 ഏതാണ്ട് 8,40,000 8.5 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ഇത് ശമ്പളമായിട്ട് കിട്ടുന്നത്. പക്ഷേ IAS ഇതിലൊന്നും ആ ശമ്പളം അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. IAS IPS ഒക്കെ മറ്റുള്ള സർവീസിലൊക്കെ ഒരുപാട് ഇതിന് പുറമേയില്ല, നമ്മൾ ഇംഗ്ലീഷിൽ പേർക്സ് എന്ന് പറയില്ലേ, മറ്റുള്ള ആനുകൂല്യങ്ങൾ. ആ ആനുകൂല്യങ്ങൾ ഒരുപാട് കിട്ടും. IAS ഒരു വീട്, കാറ്, ജോയിൻ ചെയ്താൽ ഉടനെ അസിസ്റ്റൻറ്റ് കളക്ടർ ട്രെയിനിങ് ആയിരുന്ന കാലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ IAS കിട്ടി 1 വർഷത്തെ ട്രെയിനിങ്, 2 വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിട്ട് 1 വർഷം കഴിഞ്ഞാൽ തന്നെ കാർ ഉൾപ്പെടെ ഉള്ള കാറ് കിട്ടുന്നു, ഡ്രൈവർ കിട്ടുന്നു, പിന്നെ മുമ്പിലൊരു ഗൺമാൻ ഉണ്ടാവും, ഒരു കോൺഫിഡൻഷ്യൽ ലിസ്റ്റ് ഉണ്ടാവും, 1-2 ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും, വീട് കിട്ടും, സ്റ്റാഫ് കിട്ടും, കാറ് കിട്ടും, ശമ്പളം കിട്ടും. പിന്നെ ഒരുപാട് എന്താ പറയുക, നമ്മൾക്കൊന്നും വിവരിക്കാൻ പറ്റാത്ത മറ്റ് ആനുകൂല്യങ്ങൾ. ഒരു ഗ്ലാമറുണ്ട് ഈ ജോലിക്ക്. മമ്മൂട്ടിയുടെയും മഞ്ജു വാര്യരുടെ അത്രയൊന്നും ഗ്ലാമർ ഇല്ലെങ്കിലും ഏകദേശം ഒരു നല്ല ഗ്ലാമറുണ്ട്. എവിടെ പോയാലും കളക്ടർ വരുന്നു. ഞാനൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ട്രാഫിക് ലൈറ്റ് ഒക്കെ എൻ്റെ വണ്ടി വരുന്ന കണ്ട പോലീസുകാരത് പച്ചയാക്കും, അതൊന്നും ഇപ്പം ചെയ്യില്ല. എങ്കിലും ഒരുപാട് ഗ്ലാമറൊക്കെ ഉണ്ട്. ലൈറ്റ് ഉള്ള വണ്ടി ഒഴിവാക്കിയോ? ഈ ഇടയ്ക്ക് ഞാൻ ബീക്കൺ ലൈറ്റൊക്കെ വണ്ടി ഉപയോഗിച്ചാൽ പോയത്. ബീക്കൺ ലൈറ്റ് ഇല്ലെങ്കിലും സബ് കളക്ടർ എന്ന് എഴുതി വെച്ചാൽ, കളക്ടർ എന്ന് ചോദിച്ചാൽ എല്ലാവരും ബീക്കൺ ഇല്ലെങ്കിലും. പിന്നെ എല്ലായിടത്തും ഒരു എന്താ പറയുക, ഒരു റിസർവേഷൻ. എന്തോ റിസർവേഷൻ എല്ലായിടത്തും ഒരു റിസർവേഷൻ, അതാണ് സാർ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എല്ലായിടത്തും ഒരു അംഗീകാരമുണ്ട്. എവിടെ പോയാലും കളക്ടർ വരുന്നു, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ഒരു IAS കാരനാണെന്ന് പറയുമ്പോഴും, റിട്ടയർ ചെയ്ത എന്നെ പോലെയുള്ള IAS കാരനെന്ന് പറയുമ്പോഴും, ഇപ്പോൾ പോലീസ് അങ്ങനെ മുതലോട് നിർത്തി എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ച് ഞാനിങ്ങനെ എറണാകുളം കളക്ടറായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഭാവവും മറ്റൊക്കെ മാറും കേട്ടോ. അത് എവിടെ വെച്ചാൽ ഞാൻ എൻ്റെ കാറിൽ വരെയായിരുന്നു അപ്പം ആ കാറ് ഞാൻ Euro 6 ആണെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തിരുന്നില്ല. അവർക്ക് ഇത് നോക്കിയാൽ അറിയാം. എന്നെ നിർത്തി, ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എനിക്കറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ ഈ കാറിന്, പുതിയ കാറ് 1 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഈ കാറിന് Euro 6 or 7 ഇതിന് 5 എന്തോ ഞങ്ങൾക്ക് ഓർക്കുന്നില്ല. ഈ കാറിന് പൊല്യൂഷൻ ടെസ്റ്റ് വേണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. നോർമൽ കേസ് 2,000 രൂപയുടെ പഴിയൊക്കെ എടുത്ത അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു അംഗീകാരം എല്ലായിടത്തും ഉണ്ട്. അത് അംഗീകാരം ദുരുപയോഗിക്കാതെ കാത്തു സൂക്ഷിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ശമ്പളം മാത്രമല്ല, ശമ്പളത്തിന് പുറമെ ഈ ആനുകൂല്യങ്ങൾ, വീട്, കാറ്, ഒരുപാട് യാത്രകൾ, സ്റ്റാഫ്, 4-5 പേര്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ പോയാൽ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ശമ്പളം കിട്ടിയാലും നമ്മൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇത് യു ഹാവ് എന്താ പറയുക, നമ്മുടെ കൂടെ ഒരു പ്രവർത്തകരായിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ശൃംഖലയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഗ്ലാമർ അതുണ്ട്. ഒരു എവിടെ പോയാലും അംഗീകാരമുണ്ട്. എവിടെ പോയാലും അപ്പോൾ എല്ലാവർക്കും തിരിച്ചൊരു IAS കാരൻ എന്ന് പറഞ്ഞാൽ IPS കാരൻ എന്ന് പറഞ്ഞാൽ അതിനുള്ള വിലയുണ്ട്. അതെവിടെയാണെങ്കിലും
വലിയ സ്ഥലങ്ങളിലും ചെറിയ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ പോവുകയാണെങ്കിൽ ഞാനിങ്ങനെ IAS കാരനാണ് ഇന്നതാ വന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡൊക്കെ നോർമൽ കേസിൽ വിടും. അങ്ങനത്തെ ഒരു റെക്കഗ്നേഷൻ ഉണ്ട്. സാർ ഇപ്പോൾ സർവീസ് കാലഘട്ടത്തിലുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്തു. പോസ്റ്റ് സർവീസിൽ എന്തൊക്കെ ആനുകൂല്യം? എനിക്കൊന്ന് ഫാമിലിക്കും പല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. പെൻഷൻ നല്ല തരക്കേടില്ലാത്ത നല്ല പെൻഷനുണ്ട്. പെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഐ തിങ്ക് ഇഫ് അൺഫോർച്ചുനേറ്റ്ലി ആ പെൻഷനർ മരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കും അതോ ഭർത്താവിന് മരിക്കുകയാണെങ്കിൽ സ്ത്രീയാണ് മരിക്കുന്നതിൻ്റെ ഭർത്താവിന് എന്താണ് 50% പെൻഷനുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വൈമനസ്യം കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് കോടികളൊക്കെ സമ്പാദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് നടക്കില്ല, വേറെ വല്ലതിന് പോകാം. പക്ഷേ ഈ പറയുന്ന പോലെ പല ഡെപ്യൂട്ടേഷനിൽ പോയി, ഇപ്പം ഞാൻ തന്നെ UN പോയപ്പോൾ ശമ്പളമൊക്കെ ഒരുപാട് 10-15 ഇരട്ടി. എനിക്ക് IAS കിട്ടുന്ന ശമ്പളത്തിൻ്റെ 10-15 ഇരട്ടി വർദ്ധിച്ചു. അന്ന് എനിക്ക് 5000 രൂപയോ മറ്റോ ആയിരുന്നു IAS ലേബർ കമ്മീഷനായപ്പോൾ കിട്ടിയിരുന്നത്. അത് 55,000 വർദ്ധിച്ചു എന്ന് വെച്ചാൽ ടാക്സ് ഇല്ല, UN ടാക്സ് ഇല്ല. മടങ്ങി UN നിന്ന് 2012 പോകുന്നപ്പോൾ എൻ്റെ ശമ്പളം ഏതാണ്ട് 10-12 ലക്ഷം മറ്റുമായിരുന്നു ഒരു മാസം. അപ്പോൾ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് അങ്ങനെ പലർക്കും ഇപ്പം എനിക്ക് UN കിട്ടി, പലർക്കും പല അതേപോലത്തെ പോസ്റ്റിങ്ങൊക്കെ കിട്ടി. കൈക്കൂലിയല്ല, നല്ല രീതിയിൽ തന്നെ പണം സമ്പാദിക്കാൻ സാധിക്കും. പിന്നെ ഹൗസിംഗ് കോളനീസ് അതൊക്കെ IASകാർക്കും സിവിൽ സർവീസിനൊക്കെ പ്രത്യേകമുണ്ട്. അങ്ങനെ ഒരിക്കലും ഒരു നമ്മുടെ കോടീശ്വരന്മാരാ ബിസിനസ്സിനെ പോലെയോ അല്ലെങ്കിൽ ഗൂഗിൾ പോലെയോ കിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും സുഖമായിട്ട് ജീവിക്കാനുള്ള. അപ്പം സ്വാഭാവികമായിട്ടും ഈ സിവിൽ സർവൻസ് എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ. അപ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥർ വളരെയധികം പഴികേൽക്കുന്ന ഒന്നാണ് ഈ കറപ്ഷൻ എന്ന് പറയുന്നത്. ഈ മേഖലയിൽ കറപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്? അതെനിക്ക് അറിഞ്ഞോണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഓഫ്കോഴ്സ് ഒരു ന്യായ പൈസ വാങ്ങിച്ചിട്ടില്ല. അത് എൻ്റെ അനുഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കാത്ത മേഖല. പക്ഷേ കൈക്കൂലിയല്ല, കറപ്ഷൻ എന്ന് പറയുന്ന കൈക്കൂലി തീർച്ചയായിട്ടും ഉണ്ട്. അത് കൂടി വരുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും നിർഭാഗ്യവശാൽ IAS ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കുറയ്ക്കാനായിട്ടും അതിന് വേണ്ടുന്ന പരിശീലനം നമ്മുടെ ട്രെയിനിങ് കാലത്ത് പരിശീലന കാലത്ത് നൽകാനും സാധിക്കണം. പിന്നെ അതിനകത്ത് ഒരു രീതിയിലും കൈക്കൂലി നമുക്ക് പ്രത്യേകിച്ച് ഇത്രയും ഉന്നത സ്ഥാനങ്ങളിലെത്തിയ IASലും IPSലൊക്കെ ഇരിക്കുന്നവർ കൈക്കൂലി വാങ്ങിക്കുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല. പാടില്ലാത്ത കാര്യമാണ്, വലിയ തെറ്റാണ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്തൊരു മറുവശമുള്ളത്, നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഈ തെറ്റായ വഴികളിൽ പണം സമ്പാദിക്കാനുള്ള പ്രവണത മാത്രമല്ല, സമ്പാദിക്കുന്ന രീതികൾ കൂടി വരാണ്. അത് IASകാരെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. സ്വാധീനിക്കാൻ പാടില്ല. ഇത്രയും നല്ല ഉന്നത സ്ഥാനങ്ങളിലെത്തിയിട്ട് അത് ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഇപ്പം ഈ സിവിൽ സർവൻസ് എന്ന് പറയുന്നത് വലിയ സമ്മർദ്ദമുള്ള ജോലിയല്ലേ? സമ്മർദ്ദമുണ്ടോ? സമ്മർദ്ദം നമ്മൾ വഴങ്ങി കൊടുത്താൽ സമ്മർദ്ദം ഉണ്ടാവും. ആദ്യം തന്നെ വഴങ്ങി കൊടുത്തില്ലെങ്കിൽ സമ്മർദ്ദം ഒന്നും ഞാൻ ചോദിച്ചു വന്നത് ഈ സിവിൽ സർവൻസിന്റെ ഒക്കെ ഒരു മാനസിക നില എങ്ങനെയായിരിക്കും? നല്ല ഈ സമ്മർദ്ദം വരുന്നത് ആദ്യം നമ്മളെ തെറ്റായ ഒരു കാര്യത്തിന് വിളിച്ച് സമ്മർദ്ദം ചെലുത്തി ആ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മൾ ചെയ്തു കൊടുത്ത സമ്മർദ്ദങ്ങൾ ഇരട്ടിക്കും. അത് ഇംഗ്ലീഷിൽ പറയില്ലേ, ജോഗ്രഫിക്കൽ പ്രൊപ്പോർഷൻ അല്ല, ജോമെട്രിക്കൽ പ്രൊപ്പോർഷൻ. 2, 4, 4, 8, 8, 16, 16, 31. ആദ്യം തന്നെ അയ്യോ ഇതെനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ കേട്ടിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ആ തീരുമാനം എടുക്കുമ്പോൾ ന്യായമായിട്ടുള്ള തീരുമാനം, തെറ്റായ തീരുമാനം എടുക്കാതിരുന്നാൽ പിന്നെ സമ്മർദ്ദങ്ങൾ വേറെ വഴിക്ക് പോയി. അങ്ങേതെങ്കിലും കാര്യത്തിൽ സമ്മർദ്ദത്തിലായിട്ടുണ്ടോ? വലിയതായിട്ടൊന്നും ആയിട്ടില്ല. ഇല്ല. ആരും അത് ഇപ്പോൾ പണത്തിൻ്റെ അല്ല, ഒരു ഭൂമി പതിച്ചു കൊടുക്കാനുള്ളൊരു സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കൊടുത്തില്ല. എന്നെ ട്രാൻസ്ഫർ ചെയ്തു, ആയിക്കോട്ടെ. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട്. അത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ പിന്നെ ഇതിനകത്ത് വരാൻ പാടില്ല. ട്രാൻസ്ഫർ എവിടെ നിന്നാണ് ചെയ്യാൻ പറ്റുക? എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് ചെയ്യാൻ, ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡ് ചെയ്യാം. അതിന് ഭയമാണോ? അതിന് ഭയമാണെങ്കിൽ പഠിക്കുന്നു, ഒരു പഠിക്കും പോകാൻ പാടില്ല. അപ്പോൾ ഒരു ട്രാൻസ്ഫർ ചിലപ്പോൾ വന്നേക്കും, ആയിക്കോളും. അതുകൊണ്ട് എന്താ, അപ്പോൾ ഈ ഫാമിലിനോടൊപ്പം ഉള്ള ടൈം എങ്ങനെയായിരിക്കും? അതിനൊക്കെ സമയം നിർഭാഗ്യവശാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ആ ദൗത്യത്തിൽ വളരെ അഗാധമായിട്ട് ചെന്നുകൊണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ വീട്ടിൽ അധികം സമയം ചെലവഴിക്കാൻ സാധിച്ചില്ല. എൻ്റെ കുട്ടികളൊക്കെ വളർന്നു വരുന്ന കാലത്ത്, മോനും മകളും ഒക്കെ വളർന്നു വരുന്ന കാലത്ത് അവരുമായിട്ട് സമയം അധികം തീരെ തന്നെ ചെലവ് കഴിക്കാൻ സാധിച്ചില്ല. എൻ്റെ സമയം മുഴുവൻ പൊതുരംഗത്താണ് ചെലവ് കഴിച്ചത്. പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ? ഇപ്പം തോന്നുന്നു അവർക്ക് എന്നോടുള്ള അതുകൊണ്ട് പിന്നീട് അവർ വലുതായപ്പോഴാണ് പിന്നെ ആ ബന്ധം വന്നത്. ചെറുപ്പത്തിലൊക്കെ ഞാനൊരു
ഒരു ഒരു എന്താ പറയുക, ഒരു അജ്ഞാത രൂപമായിരുന്നു. വെച്ചാൽ വരും രാത്രി വരും രാവിലെ പോകുന്നു. അതുകൊണ്ട് ആ ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഈ ഹൗസ് എന്നാണ് ലൈഫ് വർക്ക് ബാലൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് ആ ബാലൻസിനെ പറ്റി കേട്ടിരുന്നെങ്കിലും ഞാൻ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ആ ദൗത്യത്തിൽ പൂർണ്ണമായിട്ടും അങ്ങ് മുങ്ങിപ്പോയത് കൊണ്ട് അതിൽ ഇന്ന് പക്ഷെ പല IAS ഉദ്യോഗസ്ഥരൊക്കെ ഇതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തുന്നത്. ഇപ്പൊ ഡാൻസ് കളിക്കുന്ന IAS ഉദ്യോഗസ്ഥർ ഡാൻസ് ഒക്കെ കളിക്കും. അത് അല്ല, അത് വിചാരിച്ച് ഡാൻസ് കളിക്കുന്നതും കുടുംബത്തിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നതും വ്യത്യാസമാണ്. ഡാൻസ് ഇപ്പോൾ അരമണിക്കൂർ വല്ലയിടത്തും കളിക്കുന്നതെന്ന് അത് കുടുംബത്തിന്റെ കൂടെ ആണോ ഡാൻസ് കളിക്കുന്നത്? ആയിരിക്കില്ലല്ലോ. അപ്പോൾ അത് കുടുംബത്തിന്റെ കൂടെ ചിലവ് അതിൻ്റെ മോനും മോളോടും കൂടെ ഇപ്പോൾ അവർ വലുതായപ്പോഴും ഞാനും വലുതായപ്പോഴാണ് ഇപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ഒക്കെ വലുതായപ്പോഴാണ് ഇപ്പോൾ കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചത്. അവർക്കും മനസ്സിലായി ഞാനന്ന് ചെറുപ്പത്തിലൊരു അവർക്കൊരു അകൽച്ച തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ എൻ്റെ ജോലിയിൽ വ്യാപകുലനായിരുന്നു എന്നതുകൊണ്ടാണ്. അവർക്കും വലുതായപ്പോൾ മനസ്സിലായി. അപ്പം ഈ അങ്ങയുടെ സർവീസ് പീരീഡിൽ ഏറ്റവും നല്ലൊരു എടുത്ത ഡിസിഷൻ എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒരു ഡിസിഷൻ ഇപ്പോൾ ഓർമ്മയിലുണ്ടോ? ഏറ്റവും നല്ലത് എടുത്ത ഒരു ഡിസിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർമ്മയോ അങ്ങനെ പറയാനുണ്ടോ? ഒരുപാട് ഡിസിഷൻസ്, പ്രത്യേകിച്ച് ഈ ILOയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ലേബർ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉള്ള എന്തെങ്കിലും ഡിസിഷൻസ്? ഞാൻ ലേബർ ഓർഗനൈസേഷനിൽ പോയപ്പോൾ ഇവിടെ നമ്മൾ 10 മണിക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്താൽ പലരും 10:15, 10:30, 10:45 വരിക. രാഷ്ട്രീയത്തിൽ 10 മണിക്ക് ഒരു മീറ്റിംഗ് വെച്ചാൽ 12 മണിക്കായിരിക്കും ആരംഭിക്കുക. സമയത്തിന് വലിയ വിലയൊന്നും കൽപ്പിച്ചിരുന്നില്ല. UN ചേർന്ന് ഞാൻ കംബോഡിയയിൽ എനിക്ക് അവിടെ ട്രാൻസ്ഫറായി പോയിട്ട് ആദ്യമായിട്ട് ഞാൻ 4-5 ദിവസമായിട്ടുള്ളൂ ചേർന്നിട്ട്. അപ്പോൾ എൻ്റെ നമ്പർ എൻ്റെ ഡെപ്യൂട്ടി അവിടുത്തെ ലോക്കൽ കംബോഡിയനാണ്, ഖെമേർ എന്നാണ് പറയുക. കംബോഡിയനെ പറ്റി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് കേട്ടോ, മൈ ഡ്രൈവർ ടു ലോങ് TULONG ആൻഡ് അതർ ടോൾ ടെയിൽസ് ഫ്രം എ പോസ്റ്റ് പോൾ പോട്ട് കണ്ടംപററി കംബോഡിയ. ആമസോണിലുണ്ട്. കംബോഡിയ നമ്മുടെ കേരളം പോലെയാണ്. രാവിലെ അവർ കഞ്ഞിയാണ് കുടിക്കുക. അതിന് കഞ്ഞി എന്നാണ് പറയുക. 3 നേരം ചോറ് ഉണ്ണുക. അത് ഈ വറുത്ത മീനോട് കൂടി ഉണക്ക മീനോട് കൂടിയൊക്കെ കഴിക്കുക. നമ്മളെ പോലെ തന്നെ കപ്പ, മീനൊക്കെ എല്ലാം കഴിക്കുക. അപ്പോൾ അവിടെ പോയപ്പോഴും ആദ്യത്തെ 5-6 ദിവസമാണ്. അപ്പോൾ എൻ്റെ ഒരു ഡെപ്യൂട്ടി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു മീറ്റിംഗ് അവിടുത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നടക്കുന്ന ഒരു അവിടുത്തെ ചിൽഡ്രൻസ് ഡേയോ എന്തോ ഇതിനെപ്പറ്റി, ചൈൽഡ് ലേബറിനെ പറ്റി സംസാരിക്കാനായിട്ടൊരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഒരാളും അവർ എക്സലൻസി എന്നാണ് വിളിക്കുക, ഒരു എക്സലൻസിയും അവിടുത്തെ ലേബർ മിനിസ്റ്ററും എഡ്യൂക്കേഷൻ മിനിസ്റ്ററും പിന്നെ എന്നെ ILOയിൽ നിന്ന് UOയിൽ നിന്ന് എന്നെ ഞങ്ങൾ 4 പേരെയാണ് വിളിച്ചിരിക്കുന്നത്. ആ 5 സ്റ്റാർ ഹോട്ടൽ കംബോഡിയനായിട്ട് ഒരു വലിയ ഹാളിലാണ്, 100-500 പേർക്ക് ഇരിക്കാവുന്ന ഹാളിലാണ് നടക്കുന്നത്. രാവിലെ 8 മണിക്ക് 7:30 പറഞ്ഞു, 8 മണിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ 8 മണിക്കൊരു മീറ്റിംഗ് ഒക്കെ തുടങ്ങും ഇങ്ങനെ. അപ്പോൾ ഞാനൊക്കെ ഇന്ത്യയുടെ ആ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഞാൻ വിളിച്ചു 8:9 വിചാരിച്ചു. ഞാൻ എനിക്കുന്ന കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പോൾ അവസാനം എനിക്ക് പെട്ടെന്നൊരു കോൾ എൻ്റെ ഡെപ്യൂട്ടി വന്നിട്ട് പറഞ്ഞു വന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ധൃതി പിടിച്ചൊക്കെ ഡ്രസ്സ് ചെയ്ത് ഒരു 8:15, 8:30 ആകുമ്പോഴേക്കും അവിടെ എത്തി. 8:20 മറ്റോ ആയപ്പോൾ എത്തി. അപ്പോൾ ഈ റിസപ്ഷനിൽ എൻ്റെ ഡെപ്യൂട്ടി ഒരു സിസോവ എന്നാ പേര്, സിസോവനോട് കാലത്ത് ആങ്ഷ്യസ് ആയിട്ട് നിൽക്കുക. ഞാൻ കാറേ ഇറങ്ങിയോട്ട് കൂടെ അങ്ങ് പരിഭ്രാന്തമായിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരു വലിയ ഓഡിറ്റോറിയം, 100-500 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം. അതിൻ്റെ പുറകു വാതിലിക്കൂടെ, അറ്റത്തെ വാതിലിക്കൂടെ നടന്ന് അറ്റം വരയ്ക്ക് സ്റ്റേജിലേക്ക് നടന്നു പോകണം. അപ്പോൾ യാതൊരു വാതിൽ തുറന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ കയറുമ്പോൾ എന്താ കാണുന്നത്, ഈ ഹാളിൽ 500 കുട്ടികൾ നീല പാൻറ്റോ നീല സ്കർട്ടും വെള്ള, പണ്ട് നമ്മുടെയൊക്കെ സ്കൂളത്തെ യൂണിഫോം ഇട്ട് 500 കുട്ടികൾ ഇരിക്കുന്നു. സ്റ്റേജും 4 കസേരയുണ്ട്. ഒരു കസേരയിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്, വേറൊരു കസേരയിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, 3-മത്തെ ഒരു കസേരയിൽ ലേബർ മിനിസ്റ്റർ പേര്, 4-മത്തെ കസേരയിൽ MP ജോസഫ് UN ILO വെണ്ടയ്ക്കക്ഷരത്തിൽ എഴുതി. ആ കസേര കാലിയായിട്ട് കിടക്കുന്നു. മറ്റു 3 കസേരകളും നിന്ന് കിടക്കുന്നു. ഈ കുട്ടികളൊക്കെ നിശബ്ദമായിട്ട് അവിടെ ഇരിക്കുന്നു. മീറ്റിംഗ് തുടങ്ങിയിട്ടില്ല. എല്ലാവരും എനിക്ക് വേണ്ടി, അവരെല്ലാവരും 7:55-ന് 8-ന് എത്തി. എല്ലാവരും കൃത്യമായിട്ടിരുന്നു. ഈ 20-25-30 മിനിറ്റ് വൈകി വന്ന എനിക്ക് വേണ്ടി അവരെല്ലാവരും ക്ഷമതയോടെ കാത്തു. നമ്മുടെ ഈ തനി മലയാളി സ്വഭാവം അവിടെ ചെന്നപ്പോൾ അതൊരു വെല്ലുവിളിയായി മാറി. അപ്പോൾ അത് അന്ന് ഞാൻ ആരും ഒന്നും ഒരു വാക്ക് പോലും പറഞ്ഞില്ല കേട്ടോ. ഒരു വാക്ക് പറയേണ്ട ആവശ്യമില്ല. 500 കുട്ടികൾ, സ്കൂൾ കുട്ടികൾ നിശബ്ദമായിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. സ്റ്റേജിലൊരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും 2 മന്ത്രിമാരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. മീറ്റിംഗ് ഒന്നും തുടങ്ങിയില്ല, അവിടെ നിൽക്കുക, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എൻ്റെ കസേര കാലിയായിട്ട് കിടക്കുന്നു. വെണ്ടയ്ക്ക അക്ഷരത്തിൽ MP ജോസഫ് UN ILO എന്ന് എഴുതിയിരിക്കുന്നു.
അത് മതി. അതിനുശേഷം ഞാൻ ഒരു മീറ്റിങ്ങിനും കംബോഡിയയിലുള്ളിടത്തോളം കാലം ഇന്നും ലേറ്റായി പോകാൻ സാധിച്ചു. ചില മീറ്റിങ്ങിനൊക്കെ 2 മണിക്ക്, ഞങ്ങളുടെ പാർട്ടി മീറ്റിങ്ങൊക്കെ 2 മണിക്ക് എന്ന് പറഞ്ഞാൽ 4 മണിക്ക് 4:30 തുടങ്ങും. പക്ഷെ ഞാൻ കഴിയുന്നത് വലിയ പാടായിരുന്നു അല്ലേ? അത് വലിയ പാട്. അതിനുശേഷം ഞാൻ പിന്നെ ലേറ്റായിട്ട് അവിടെ തീർച്ചയായിട്ടും പോയിട്ടില്ല. ഇവിടെയും കഴിവതും പോകുന്നില്ല. സമയത്തിനാണ് വന്നേട്ടോ. പിന്നെ ഇപ്പം 5 മിനിറ്റ് നേരത്തെ വന്നത്. അതെ. ഇതില് ഈ ഒരു സർവീസ് കാലഘട്ടത്തില് ഏറ്റവും വെല്ലുവിളിയായി മാറിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും? വെല്ലുവിളി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ചലഞ്ചിങ് ആയിട്ട് മാറിയ എന്തെങ്കിലും? ചലഞ്ചിങ് ആയിട്ടെന്ന് പറയാവുന്നത്, എനിക്ക് ലേബർ കമ്മീഷനായിട്ട് പോസ്റ്റ് ചെയ്ത്, ഓക്കെ, ഞാൻ ഈ അധികാരത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഒരു കളക്ടർക്ക് നിയമം ഏതാണ്ട് 10-200 നിയമങ്ങളിൽ അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു കളക്ടർക്കും അറിയില്ല എന്ത് നിയമങ്ങളിൽ എന്ത് നിയമമാണെന്നോ. അതിലൊരു ഒന്ന് പറയണം, സാറ് ഈ സെക്ഷൻ പ്രകാരം സാറിന് അത് ചെയ്യാം, സ്വത്ത് കണ്ടുപിട്ടാം അതെന്നൊക്കെ. ലേബർ കമ്മീഷണർക്ക് യാതൊരു അധികാരവും ഇല്ല, ഒരു അധികാരവും ഇല്ല നിയമപ്രകാരമായിട്ട്. ഇല്ല. അപ്പോൾ എനിക്ക് ആദ്യം വലിയ വിഷമമായി. ഈ അധികാര കസേരയിൽ നിന്ന് ആ അധികാരമില്ലാത്ത ഒരു കസേരയിൽ ചെന്ന് കളക്ടറായിട്ട് ഇവിടുന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ എന്നെ ട്രാൻസ്ഫർ ചെയ്യാം ലേബർ കമ്മീഷൻ. ഏറ്റവും മുകളിൽ നിന്ന് ഏറ്റവും താഴോട്ട് യാതൊരു. ആദ്യത്തെ വർഷം എനിക്കൊരു ചെറിയ ഡിപ്രഷൻ തന്നെയായിരുന്നു. ഇവിടെ ഞാൻ എൻ്റെ എന്താ പറയുക, ഇംഗ്ലീഷിലൊരു ചൊല്ലില്ലേ, മൈ വിഷ് യുവർ വിഷ് ഇസ് മൈ കമാൻഡ്. നിങ്ങളുടെ ആഗ്രഹമാണ് എനിക്കുള്ള ഇത് എന്താണ്. അതുപോലെ ഞാൻ എന്തെങ്കിലും താല്പര്യപ്പെട്ടാൽ അത് നടക്കും. അത്രയും ഒരു കലക്ടർ എന്ന രീതിയിൽ അവിടെ പോയിട്ട് ഞാൻ താല്പര്യപ്പെട്ടില്ല, ഇത് ചെയ്യുന്നു പറഞ്ഞാലും ചെയ്യാനായിട്ട് ചെയ്യില്ല. അങ്ങനത്തെ ഒരു അപ്പോൾ ആദ്യത്തെ വർഷം എനിക്ക് വലിയ വിഷമമായി. അവിടെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും കൂടുതൽ ശക്തി ഉള്ള CITU, INTUC ട്രേഡ് യൂണിയനിലാണ് ഒരു ഭാഗത്ത്. മറുവശത്ത് ലേബർ കമ്മീഷണർ ജോലി പലതും നല്ലൊരു പങ്ക് ഈ വ്യവസായ ഉടമകളും തൊഴിലാളികളും തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കുക. സ്ട്രൈക്ക് ആരംഭിക്കുന്നു. സ്ട്രൈക്ക് നിർത്താനായിട്ടുള്ള അനുരഞ്ജന ചർച്ചകൾ. ഈ ചർച്ചകളൊക്കെ ദിവസങ്ങളും മാസങ്ങളൊക്കെ നീണ്ടുപോകും. മിഡിൽ മാൻ അല്ല, അതിനർത്ഥം വേറെയാണ് കേട്ടോ, ധ്വനി വേറെ. ഇതൊരു നെഗോഷിയേറ്റർ ബ്രിങ്ങിങ്. 2 കൂട്ടരെയും അവരുടെ സ്വന്തം താല്പര്യവും മറ്റേ എതിർകക്ഷിയുടെ താല്പര്യവും ഒന്നാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ രണ്ടല്ല. ഇറ്റ്സ് നോട്ട് എ സീറോ സം ഗെയിം. ഇറ്റ്സ് 2 പേർക്കും ഗുണമാണ്. യെസ് വിൻ സിറ്റുവേഷനാണ്. തൊഴിലാളി ഇല്ലെങ്കിൽ വ്യവസായം നടക്കില്ല, വ്യവസായി ഇല്ലെങ്കിൽ തൊഴിലാളി ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കില്ല. അത് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ആദ്യത്തെ വർഷമൊന്നും എനിക്ക് വലിയ വിഷമമായിരുന്നു. എന്താ വെച്ചാൽ പിന്നീട് എനിക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അധികാരമെന്ന് പറഞ്ഞാൽ തോക്കിൽ നിന്നോ നിയമത്തിൽ നിന്നോ കിട്ടുന്നതില്ല. നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ് ശരിക്കുള്ള ഇൻഫ്ലുവൻസ്, ശരിക്കുള്ള സ്വാധീനം. അതാണ് അധികാരം. സ്വാധീനിക്കാൻ സാധിക്കും. നിങ്ങൾ സമരത്തിൽ തുടർന്നാൽ നിങ്ങളുടെ കുടുംബങ്ങൾ പട്ടിണിയാവും. എത്ര പറഞ്ഞാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന 5000 അല്ലെങ്കിൽ 10000 രൂപയൊന്നും വർധനവ് കിട്ടില്ല. വല്ല 500-1000 രൂപയായി. മറുവശത്ത് പറയാം, നിങ്ങൾ ഈ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് നിങ്ങളുടെ തൊഴിലാളികളാണ്, നിങ്ങളുടെ വീട്ടിലത്തെ കുടുംബങ്ങൾ പോലെ ഒരു ഭാര്യ ഭർത്താവ് പോലെയാണ്, നിങ്ങൾ വാശി പിടിച്ചാലും നിങ്ങളുടെ കുടുംബമാണ് നശിക്കുന്നതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് പെട്ടെന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഒരുപാട് കഥകളി പോലെയാണ്. പിന്നെയും വളരെ സ്ലോ ആയിട്ട് വളരെ പതുക്കിനെയാ കഥകളിയിൽ കുമാര സംഭവം നടക്കുക, അല്ലെങ്കിൽ ഇന്ന് അതേപോലത്തെ ഒരു വളരെ വളരെ പതുക്കിനെ നടക്കുന്ന ഒരു തരം ഒരു ശൈലിയാണത്. അപ്പോൾ 2 കൂട്ടരും പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. ആ മനസ്സിലാക്കലാണ് നമ്മുടെ സ്വാധീനം. ആ സ്വാധീനമാണ് സാക്ഷാൽ അധികാരം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇത് കുറച്ച് സമയം എടുത്തു, 1 കൊല്ലം എടുത്തു അത് മനസ്സിലാക്കാൻ. കളക്ടറിൻ്റെ നിയമം തരുന്ന അധികാരമോ പോലീസുകാരൻ്റെ ലാത്തി കൊണ്ടോ തോക്ക് കൊണ്ടുള്ള അധികാരമല്ല അധികാരം. ക്ഷമന ലൈറ്റ് കൊണ്ടുള്ള അധികാരമല്ല അധികാരം. നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ് ശരിക്കുള്ള അധികാരം. മഹാത്മാഗാന്ധിയുടെ അധികാരം എന്തായിരുന്നു? അദ്ദേഹത്തിന് എന്തായിരുന്നു? ലാത്തി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒന്നുമില്ല, ലാത്തിയില്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ രീതികൾ ഇന്നും അദ്ദേഹം മരിച്ചിട്ട് കൊല്ലപ്പെട്ടിട്ട് 75 കൊല്ലമായി. ഞാനും ഗ്രിഗറിന്റെ അപ്പൂപ്പന്റെ പേര് പറഞ്ഞാൽ ഓർക്കോ? ഇല്ലല്ലോ. ഗാന്ധിയുടെ പേര് ഓർക്കുന്നു, ലിങ്കന്റെ പേര് ഓർക്കുന്നു. കാരണം അവരുടെ സ്വാധീനം അവരെ നമുക്ക് മനുഷ്യരാശിയെ സ്വാധീനിക്കാൻ സാധിച്ചു. തൂക്കുകൊണ്ടല്ല, ഇതുകൊണ്ടല്ല. ഗാന്ധി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ രീതികൾ കൊണ്ട് ഒരു കാരണത്തടിച്ചാൽ മറു കാരണം കാണിച്ചു കൊടുക്കാനായിട്ട് ക്രിസ്തു പറഞ്ഞത് നടപ്പിലാക്കിയത് ഗാന്ധിയാണ്. നമ്മൾ വലിയൊരു ചെയ്യുന്നത്. അപ്പോൾ ആ സ്വാധീനമാണ് ശരിക്കുള്ള അധികാരമെന്ന് 1 വർഷം
ലേബർ കമ്മീഷനായിട്ട് നിന്നപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ 5.5 വർഷം അവിടെ ഇരുന്നു. എനിക്ക് പോകാൻ കേരളത്തിലെ റെക്കോർഡാണത്. ശരി. അതെ, വേറെ ആരും കേരളത്തിലെ ഇന്ത്യയിലെ റെക്കോർഡായിരിക്കും. ആർക്കും ലേബർ കമ്മീഷൻ്റെ ജോലി ആർക്കും ഇഷ്ടമില്ലാത്ത ജോലിയാണ്, ആർക്കും വേണ്ടാത്ത ജോലിയാണ്. ഗ്ലാമർ പോസ്റ്റും ആർക്കും വേണ്ടാത്ത പോസ്റ്റും ഉണ്ട്, ലേബർ കമ്മീഷൻ ആർക്കും വേണ്ടാത്ത പോസ്റ്റ്. പക്ഷേ 6 കൊല്ലം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ILOക്ക് പോയപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള പോസ്റ്റ്. പിന്നെ ഒരുപാട് പേര് ആ പോസ്റ്റ് ILOക്ക് വേണ്ട ഒരു ഘടന ഇതായിരുന്നു, തള്ളായി ആ പോസ്റ്റ് വേണ്ടി. അപ്പോൾ ഈ പോസ്റ്റിങ്ങുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് ഈ IAS IFS ഇങ്ങനത്തെ പോസ്റ്റിങ്ങുകൾ എങ്ങനെയാണ്? ചില ഗ്രേഡുകൾക്കനുസരിച്ചുള്ള ചില IASലും IPSലും കാഡർ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഈ കാഡർ പോസ്റ്റും നോൺ കാഡർ പോസ്റ്റും ഉണ്ട്. കാഡർ പോസ്റ്റും നോൺ കാഡർ പോസ്റ്റിലും IAS ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കാം. പക്ഷേ കാഡർ പോസ്റ്റിൽ IAS അല്ലാത്തവർക്ക് ആർക്കും കയറാൻ പറ്റില്ല. ഞങ്ങൾക്ക് വേണ്ടി റിസർവ്ഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് എവിടെയും കയറിയിരിക്കാം, പക്ഷേ മറ്റുള്ളവർക്ക് കാഡർ പോസ്റ്റ് പറ്റില്ല. കളക്ടറുടെ പോസ്റ്റ് കാഡറാണ്, SP DIG കാഡറാണ്, ടൂറിസം സെക്രട്ടറി എല്ലാ സെക്രട്ടറിമാരും കാഡറാണ്, ചീഫ് സെക്രട്ടറി കാഡറാണ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി, അങ്ങനെ പല 10-100 പോസ്റ്റുകൾ 250. അതിൽ ഞങ്ങൾക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു പോസ്റ്റ് വേക്കൻ്റ് വന്ന ചിലരൊക്കെ ഇപ്പോൾ പത്രത്തിൽ വായിക്കുന്നുണ്ട്, ഒരു വ്യക്തി 5 സെക്രട്ടറിമാരുടെ ജോലി ചെയ്യുന്നു, ടൂറിസം സെക്രട്ടറി, വൈൽഡ് ലൈഫ് സെക്രട്ടറി, ഫോറസ്റ്റ് സെക്രട്ടറി, മറ്റത് മറിച്ച് ഒരാൾ ചെയ്യുന്നു. കാരണം ഇതാണ്, വേറെ ആർക്കും അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു IASകാരനെ പറ്റുള്ളൂ. അപ്പോൾ കാഡർ പോസ്റ്റുകൾ IASകാർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. നോൺ കാഡർ പോസ്റ്റിൽ ആർക്കും ഇരിക്കാം, ഞങ്ങൾക്കും ഇരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഇടയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള ഒരു പരീക്ഷണം നടത്തിയെന്ന് തോന്നുന്നു, ഒരു ഇലക്ഷനിൽ മത്സരിച്ചു എന്ന് തോന്നുന്നു. രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള എന്താണ് പ്രവേശനത്തിനുള്ള പ്രയത്നമല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയം ഉള്ളിലുണ്ട്? പിന്നെ ഉള്ളിലല്ല, ഞാൻ കേരള കോൺഗ്രസിന്റെ വൈസ് ചെയർമാനാണ്. ഈ പാന്റും ഷർട്ടൊക്കെ ഇപ്പൊ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ഖത്തറല്ല, മുണ്ടും ഷർട്ടും എടുത്തിട്ട് സർവീസ് കഴിഞ്ഞതിന് ശേഷമാണല്ലേ ഈ രാഷ്ട്രീയം? കാരണം എൻ്റെ അമ്മായപ്പൻ, ഫാദറിൻ്റെ എൻ്റെ അമ്മായപ്പൻ കെ എം മാണിയാണ്. അപ്പം അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് IASകാർക്ക് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസും അധികാരമൊക്കെ ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാർ പിന്നെ അതിലും എത്രയോ മടങ്ങ് ചെയ്യാൻ സാധിക്കും. ഡെഫിനറ്റ്ലി, ഇത് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ. അധികാരം ജനത്തിൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ ജനപ്രതിനിധികളുടെ കയ്യിലാണ്. അതിനൊരു സംശയം. നടപ്പിലാക്കുന്നത് ഞങ്ങളൊക്കെ ആയിരിക്കും, ഞങ്ങൾക്ക്. പക്ഷെ KM മാണിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു അംശം വേറെ ആൾക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഏറ്റവും ഈ KM മാണിയിൽ നിന്ന് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്തായിരിക്കും? മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഗ്രിഗറി എന്നെ തെറി പറഞ്ഞ് TV-ലും ഒക്കെ തെറി പറഞ്ഞ് നാളെ എൻ്റെ അടുത്തേക്ക് വരിക, ഇതൊന്ന് ചെയ്തു തരാമെന്ന് ചെയ്തു കൊടുക്കും. ആരെ എങ്ങനെ സഹായിക്കാൻ പറ്റുമോ അത് മാണി സാറിൻ്റെ വേണമെങ്കിൽ ഉമ്മൻചാണ്ടി മാണി സാറിൻ്റെ കയ്യിലാണ് ഞാൻ നേരിട്ട് കണ്ടിരിക്കുന്നത്. ഇന്നലെ തെറി പറഞ്ഞ ആൾ വീട്ടിൽ വന്ന് സാറേ എനിക്കിത് വല്ല അത്യാവശ്യമാണെന്ന് ചെയ്തു തരാമോ, ആരെ എങ്ങനെ സഹായിക്കാൻ പറ്റുമോ അതൊക്കെ. അത് ഇപ്പം ഞാനെങ്ങാനും ഒരു കാര്യം പറയാതെ ആരെങ്കിലും വന്ന് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ നോക്കട്ടെ ബാലചന്ദ്രൻ്റെ. അപ്പോൾ ഞാൻ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് മറന്നുപോയി കാണാം. പിന്നെ 1 മാസം കഴിയുമ്പോഴായിരിക്കും ചായ വിളിച്ചിട്ട് എന്നെ വീട്ടിൽ ജോമോൻ എന്നാണ് വിളിക്കുക. ജോമോൻ എന്ന ആ ബാലചന്ദ്രൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഞാൻ ട്രാൻസ്ഫർ കൊടുത്തു കേട്ടോ. ഞാൻ മറന്നു കാണും ഈ ബാലചന്ദ്രൻ. പിന്നെ ഓർമ്മ വരുന്നത് ഞാൻ പണ്ടാരോ പറഞ്ഞ് ഞാൻ 100 പേരെ കാണുമ്പോൾ അതിലൊരാൾ മാത്രം. അപ്പം ഞാൻ 100 പേരെ കാണുന്നു, അദ്ദേഹം 10,000 പേരെ കാണുന്നു. പക്ഷെ അത് ഓർന്നിരുന്നിട്ട് അപ്പം അതൊരു വേറെ ഈ പറയുന്ന പോലെ അത് വേറൊരു അതുക്കും മേലെ വേറെ രാഷ്ട്രീയം. അപ്പം അവിടെയാണ് ഞാൻ കണ്ടത് രാഷ്ട്രീയക്കാർക്കുള്ള നല്ലത് ചെയ്യാൻ സാധിക്കുന്ന ഉള്ള ഒരു പവറുണ്ട്, അധികാരം, സ്വാധീനമുണ്ട്. ഇപ്പൊ രാഷ്ട്രീയം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും അങ്ങനെ സർവീസ് കാലഘട്ടത്തിൽ ഇത് സ്വാധീനിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഡിസിഷനിൽ ഒരു പൊളിറ്റിക്കൽ അന്നുണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് പുച്ഛമായിരുന്നു. മാണി സാറിന്റെ മകളുടെ ബന്ധത്തെ വന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആദ്യത്തെ അന്ന് തൃശ്ശൂരായിരുന്നു. അന്ന് ഏതൊരു മീറ്റിങ്ങിന്, ഒരു പബ്ലിക് മീറ്റിങ്ങിന് എന്നെ വിളിച്ചിട്ട് ആമുഖത്തിൽ എന്നെ സ്വാഗതം ചെയ്ത അന്ന് സബ് കളക്ടറായിരുന്നു ശ്രീ KM മാണിയുടെ മരുമകനാണ് MP ജോസഫ്. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ മാണിയുടെ മരുമകനായിട്ടല്ല എന്നെ പരിചയപ്പെടുത്തേണ്ടത്, എനിക്ക് എൻ്റേതൊരു വ്യക്തിത്വമുണ്ട്. പക്ഷേ കാലക്രമേണ കുറേയും കൂടിയൊക്കെ പക്വത വന്നപ്പോൾ അല്ല,
ഇന്ന് എനിക്ക് അഭിമാനമാണ് മാണിസാറിൻ്റെ മരുമകൻ എന്ന് പറയുന്നത്. അപ്പം ഈ കേരളത്തിൽ നിന്ന് UN വരെ എത്തിയ ഒരു വ്യക്തിയാണ്. ഭരണ സംവിധാനങ്ങൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വരെ ഇത് പറയേണ്ട ആവശ്യമില്ല. അപ്പം ഭരണ സംവിധാനങ്ങളെ കുറെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഒരു ഭരണ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? കുറേ കൂട്ടിയൊക്കെ എഫിഷ്യൻ്റ് ആക്കണം. കുറേ കൂടി നേരത്തെ അത് ദ്രുതഗതിയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള രീതികളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇന്ന് ജില്ലകളിലൊക്കെ തീരുമാനങ്ങൾ കുറേ കൂടിയൊക്കെ സ്പീഡിൽ എടുക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ തീരുമാനം എടുക്കാൻ മാസങ്ങൾ വർഷങ്ങളൊക്കെ എടുക്കും. അവിടെ ഒരു മാറ്റം ഇതുവരെ വരാത്തൊരു സംവിധാനമുണ്ട്. സെക്ഷൻ ഒരു പുട്ടപ്പ് എന്നുള്ള വാക്ക് ഞാൻ ആദ്യം ഒരു ഫയല് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലർക്ക് ഇത് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ക്ലർക്ക് പുട്ടപ്പ് ചെയ്യണോ അത്ര, അയാൾ പുട്ടപ്പ് ചെയ്തില്ലെങ്കിൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഗതികേട് ഒരു ഭരണ സംവിധാനം. പിന്നെ അതിൻ്റെ മുകളിൽ സെക്ഷൻ ഓഫീസർ, പിന്നെ അതിൻ്റെ മുകളിൽ അണ്ടർ സെക്രട്ടറി, പിന്നെ അതിൻ്റെ മുകളിൽ ഡെപ്യൂട്ടി സെക്രട്ടറി. ആ ഒരു സംവിധാനം കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരന് ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കണം. നിർഭാഗ്യവശാൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ആധുനിക യുഗത്തിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തീരുമാനം ഒന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഫയലുകൾ, ഓരോ ഫയലിലും ഒരു ജീവനുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മുഖ്യമന്ത്രിക്ക് പറ്റുന്നില്ല. കാരണം സംവിധാനങ്ങൾ മാറ്റാനായിട്ടുള്ള താഴെത്തട്ട് മുതൽ ഒരു ഹൈറാർക്കി നിർഭാഗ്യവശാലുണ്ട്. അത് കളക്ടർക്കും ജില്ലാ തലത്തിലും ആ ഹൈറാർക്കിയൊക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സെക്രട്ടേറിയറ്റ് ലെവലിൽ വലിയ തീരുമാനങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിലാണല്ലോ എടുക്കുന്നത്. പല ഒരു ലിമിറ്റൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. അവിടെ അതിനുള്ള മാറ്റങ്ങൾ, കാലത്തിന് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ, ഒരു വശത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ChatGPT മറ്റൊന്നും മറിച്ചും പറയുന്നു, മറുവശത്ത് ഫയലുകൾ കമ്പ്യൂട്ടറിലൊക്കെ വരുന്നതെങ്കിലും അതിൻ്റേതായ ഒരു ടെക്നോളജി എഫിഷ്യൻ്റായിട്ട് സാങ്കേതികത്വം ശരിക്കും ഉപയോഗിക്കണമെങ്കിൽ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനും മനുഷ്യൻ്റെ മനസ്സും കൈകളും വേണം. അതിന് മനുഷ്യൻ്റെ മനസ്സാണ് മാറേണ്ടത്. അത് മാറിയിട്ടില്ല. ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ അവരുടെ ആ ഒരു കാര്യങ്ങളിലേക്കുള്ള ഒരു നോട്ടമൊക്കെ മാറണം. കാഴ്ചപ്പാട് രാഷ്ട്രീയ പ്രവർത്തകരുടെ മാത്രമല്ല കേട്ടോ, രാഷ്ട്രീയ പ്രവർത്തകർ പലരും അങ്ങനെ ബ്യൂറോക്രാറ്റ്സിൻ്റെ ഇത് കൂടുതലും ആ ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്നവരാണത്. അല്ലാതെ രാഷ്ട്രീയക്കാർക്ക് തീരുമാനം എടുക്കാൻ വേഗം തീരുമാനം എടുക്കണമെന്ന് അവരുടെ താല്പര്യം. കാരണം അപ്പോഴാണ് അവർക്ക് വോട്ട് കിട്ടുക, അപ്പോഴാണ്. പക്ഷേ ഒരു വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം ഡെവലപ്മെന്റുകളായി അങ്ങനെ നമ്മൾ ഇതങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റും. വോട്ട് ബാങ്കിനെ മാത്രം ഒരിക്കലും അല്ല. കുറച്ചുകൂടിയൊക്കെ ഗ്രിഗറി ചെറുപ്പമാണ്. കുറച്ചുകൂടിയൊക്കെ ഇത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് പല ലേയേഴ്സ് ഉണ്ട്. വോട്ട് ബാങ്കിന് മാത്രം എന്നൊക്കെ പറയുമ്പോഴേ അതായത് കൂടുതൽ ഒരു വശത്തേക്ക് കൊണ്ടുപോകും. എക്സ്ട്രീമിന് മലയാളം കിട്ടുന്നില്ല, അതാണ് ഈ തപ്പുന്നത്. അപ്പോൾ അവസാനത്തേക്ക് നീങ്ങുമ്പോൾ ഒരു UPSC പ്രിപ്പറേഷനിലൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ, ഡോൺസ് എന്തൊക്കെയായിരിക്കും? യെസ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്യണോ, എന്തൊക്കെയാണ് നമ്മൾ? അതൊക്കെ ഓരോരുത്തരുടെ ഓരോ വ്യക്തി ഇതനുസരിച്ച്. ഞാൻ UPSCക്ക് ഇന്ന് തയ്യാറെടുത്താൽ ഞാൻ തയ്യാറെടുക്കുന്ന രീതി ഞാൻ അന്ന് എഴുതിയപ്പോൾ രീതി ആയിരിക്കില്ല. ഞാൻ ഇപ്പോൾ ഗ്രിഗർ എടുക്കുന്ന രീതി ആയിരിക്കില്ല വേറൊരാളെടുക്കുന്നത്. ഓരോരുത്തരുടെ അറിവും അവരുടെ താല്പര്യവും അവരുടെ കഴിവുകളും അവരുടെ നൈപുണ്യവും അനുസരിച്ച് വേണം തയ്യാറാക്കാനായിട്ട്. ഇതിനൊന്നും ഒരു ഫോർമലി ഇല്ല. ഇതിനകത്തൊരു ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു മന്ത്രവും ഇല്ല. ഈ മന്ത്രം ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും ഒരു മന്ത്രമാണ്. ബാക്കിയുള്ളത് ഓരോരുത്തരുടെ ഓരോ അഭിരുചിയും അവരുടെ കഴിവുകളും. ചിലർക്കൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടാണ്, ചിലർക്ക് എന്നാലും വായിക്കണം. ചിലർക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ എഴുതി പഠിക്കണം. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വായിക്കണം, വായിച്ചുകൊണ്ട് വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം ഒരു മന്ത്രം ചൊല്ലി കിട്ടുന്ന കാര്യമല്ല, ഒരു ഫോർമുല കൊണ്ട് കിട്ടുന്നതല്ല. അങ്ങയുടെ ഈ ട്രെയിനിങ് പീരീഡിൽ അല്ലെങ്കിൽ പ്രൈമറി ടൈമിൽ ഉണ്ടായ ഒരു പോസ്റ്റ്മോർട്ടം മുറിയുടെ ഉള്ളിൽ ഒരു അനുഭവം, അതൊരു രസകരമായ അനുഭവമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രസമായിരുന്നില്ല കേട്ടോ. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം, എനിക്ക് തീരെ രസകരമായിട്ടുള്ള അനുഭവമില്ല. ഈ ഞങ്ങളുടെ IAS ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് 2 വർഷത്തെ ട്രെയിനിങ് ഉണ്ട്. അതിൽ 1 വർഷം നമ്മൾ ഏത് സംസ്ഥാനത്താണോ നമുക്ക് നമ്മുടെ കാഡറായിട്ട് കിട്ടുന്ന അവിടെ 1 വർഷത്തെ ട്രെയിനിങ് ഉണ്ട്.
ഞാൻ കേരളത്തിലാണ്, കേരള ഘാട്ടിലാണ്. അപ്പോൾ എൻ്റെ ട്രെയിനിങ് കേരളത്തിലായിരുന്നു. ഭാഗ്യവശാൽ എൻ്റെ ട്രെയിനിങ് എറണാകുളം ജില്ലയിൽ തന്നെയായിരുന്നു. ഞാൻ താമസിച്ചിരുന്നത് എൻ്റെ അപ്പനും അമ്മയൊക്കെ എറണാകുളത്തായിരുന്നു. അപ്പോൾ എറണാകുളം പനമ്പള്ളി നാളിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ നിന്നാണ് പോകാറ്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ കാലം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ തഹസിൽദാറായിട്ട്, വില്ലേജ് ഓഫീസറായിട്ട്, RDO ആയിട്ടൊക്കെ പ്രവർത്തിക്കും. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 1 മാസം ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ കമ്മീഷണർ പോലീസ് തുടങ്ങി ബാക്കി എല്ലാവരുടെ എല്ലാ സംവിധാനങ്ങളും, ട്രാഫിക്, ക്രൈം, ലോ ആൻഡ് ഓർഡർ എല്ലാം നമ്മൾ ഇപ്പോൾ ഒരു 5 ദിവസം വെച്ചൊക്കെ ചെയ്യണം. അപ്പോൾ ക്രൈമിൻ്റെ ഭാഗമായിട്ട് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നമ്മൾ നിരീക്ഷിക്കണം, അതിൻ്റെ ഭാഗവത്താകണം. അതായത് ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ പോലീസ് കമ്മീഷണറായിട്ട് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് DYSP ആണ് എന്നെ നേരിട്ട് കോർഡിനേറ്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു എന്നോട് നമുക്ക് പോസ്റ്റ്മോർട്ടം കാണണമെന്ന് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം അത് കാണണമെങ്കിൽ ഒരു മരിച്ച ശരീരം, മൃതശരീരം വരണം. അത് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം മരിക്കുന്നത് നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വരുമ്പോൾ ഞാൻ വിളിക്കാം, ജീപ്പ് വിടാം, പെട്ടെന്ന് കയറി വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് സമ്മതിച്ചു. ഇപ്പോൾ ഒരു ദിവസം 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ രാവിലെ പ്രാതൽ കഴിക്കാൻ ഞാൻ അപ്പൻ്റെ അമ്മയുടെയും കൂടെ താമസിച്ചിരുന്നത്. കാരണം എൻ്റെ ട്രെയിനിങ് കിട്ടിയ ജില്ല എറണാകുളം തന്നെയാണ്. എറണാകുളത്ത് പനമ്പള്ളിയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രാതൽ കഴിക്കുന്ന സമയത്താണ് ഈ ഒരു ഫോൺ കോൾ വന്ന ഒരു മരിച്ച ഒരു മൃതശരീരം വന്നിട്ടുണ്ട്. അത് ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം തുടങ്ങും. സാറ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ വന്നാൽ ഉടനെ ഇത് ആരംഭിക്കുന്നു. പിന്നെ ഒരു ജീപ്പ് കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ജീപ്പ് 10-20 മിനിറ്റിനകം വന്നു. ഞാൻ ആ പ്രാതലൊക്കെ നിർത്തി ഞാൻ ജീപ്പിൽ കയറി കാണാനായിട്ട് അവിടെ പോയി. അന്ന് ജനറൽ ഹോസ്പിറ്റൽ, നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗത്ത്, അതിൻ്റെ വടക്കേ ഭാഗത്ത് ഒരു വിജനമായിട്ടൊരു പ്രദേശത്ത് ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ്, ചെറിയൊരു ബിൽഡിംഗ്, ഈ സ്റ്റുഡിയോയുടെ പകുതി ഉണ്ടാവും. അതാണ് അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ മുറി. ആ മുറിയിൽ ഞാൻ എൻ്റെ അടുത്ത് ചെന്ന് ജീപ്പ് നിർത്തി ഞാൻ ഇറങ്ങി. ഒരു കോൺസ്റ്റബിൾ പുറത്ത് വെപ്പുണ്ടായിരുന്നു, സല്യൂട്ടൊക്കെ ചെയ്ത് ഞകത്ത് കയറി. അത് കയറിയപ്പോൾ ഒരു സ്റ്റുഡിയോ പോലെ സ്റ്റുഡിയോയിൽ ലൈറ്റ് ഉണ്ട്. ഇത് ലൈറ്റില്ലാത്തൊരു സ്റ്റുഡിയോ പോലെ കൂരിട്ട് കയറി അകത്തേക്ക് ചെന്നുമ്പോൾ ഒന്നും കാണാൻ സാധിക്കില്ല, പക്ഷെ മണക്കാൻ സാധിക്കും. ഒരു ഫോർമാലിഡിഹൈഡില്ലേ, അതിൻ്റെ ഒരു വല്ലാത്തൊരു മണം നമ്മുടെ അടിക്കുന്നു. ഈ ഫോർമാലിഡിഹൈഡിലാണല്ലോ പല അത് മൃതശരീരം അത് കേടുവരാതിരിക്കാനായിട്ട് ഫോർമാലിഡിഹൈഡ് ഉപയോഗിക്കുന്നു. ചെറിയൊരു മുറിയാണ്, ഒരു ചെറിയൊരു കാറ്റ് പോകാൻ മാത്രം ഒരു ചെറിയ തൊട വന്നിട്ടൊരു സ്ഥലത്തുണ്ട്. അതിനകത്ത് കയറി ഇതിൻ്റെ മണം നമ്മളിങ്ങനെ അടിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ മരണത്തിനൊരു മണമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മരണങ്ങൾക്കൊരു മണമുണ്ട്. അത് വിശേഷിപ്പിക്കാൻ പറ്റാത്തൊരു ഒരു മണമാണ്. അതും എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നിയതാണെന്ന് തോന്നി, ഒരു ചാരായത്തിൻ്റെയോ കള്ളിൻ്റെയോ ഒക്കെ ഒരു മണം എൻ്റെ കൂട്ടത്തിൽ പതുക്കെ കലർന്ന് വന്നിട്ടുണ്ട്. കൂരിട്ട് കുറച്ച് സമയം എടുത്തു എനിക്കെന്ത് കാണാനായിട്ട്, എൻ്റെ മനസ്സിലാക്കാനായിട്ട്. ചെറിയൊരു ലൈറ്റ് ഒരു ഭാഗത്തുണ്ടൊന്നും അധികം കാണാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഒരു SIയോ CIയോ മറ്റോ അവിടെ നിൽക്കുന്നുണ്ട്, ഇതിൻ്റെ ചാർജ്. പിന്നെ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറുണ്ട്. അപ്പോൾ അവർ 2 പേരും ഞാൻ വന്ന വഴിക്ക് ഡോക്ടർ എന്നോട് ചോദിച്ചു, കുറച്ച് സമയം എടുത്തിട്ട് ചോദിച്ചിട്ട് ആരംഭിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ നടുവിലൊരു കോൺക്രീറ്റിൻ്റെ ഒരു സ്ലാബ്, ഒരു മേശ പോലൊരു സ്ലാബ് ഉണ്ട്. അതിലേക്ക് നോക്കിയപ്പോഴാണ് ഈ ആരംഭിച്ചോട്ടെ എന്നുള്ള അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയത്. അതിനകത്തൊരു ശരീരം, മരിച്ച ഒരു മൃതശരീരം കിടക്കുന്നു. ഒരു നഗ്നമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ശവം കിടക്കുന്നു. സാധാരണ ഭാഷയിൽ നഗ്നമായിട്ടൊരു ആണിൻ്റെ ശരീരം, വലിയ പൊക്കമൊന്നുമില്ല, നമ്മളെ പോലെയൊക്കെ കറുത്തിരണ്ട ഒരു ശരീരം, യാതൊരു തുണിയില്ല, കിടക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഈ പോസ്റ്റ്മോർട്ടം ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഉണ്ടായപ്പോൾ SIയും ചോദിച്ചു, അപ്പോൾ ഡോക്ടറും ചോദിച്ചു ആരംഭിച്ചോളാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു സിഗ്നൽ ഒരു മൂലയ്ക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. നോക്കിയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ഇതേപോലെ നഗ്നന അല്ല എന്ന് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം, അല്ല എന്ന് ചോദിച്ചാൽ നഗ്നനായിട്ട് പാകതിയല്ല, 99% അങ്ങനെ ഒരു ചെറിയ കല്ലുകൊണ്ട് മാത്രം ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പതുക്കെ നടന്നു വരുന്നതോടുകൂടി എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ കള്ളിൻ്റെയും ചാരായത്തിൻ്റെ മണം, ഈ കള്ളിൻ്റെയും ചാരായത്തിൻ്റെ മണം അടുത്തടുത്ത് വരിക. അപ്പോൾ മനസ്സിലായി ഇദ്ദേഹം മൂക്കറ്റം കുടിച്ചിരിക്കുകയാണ്. ചാരായാണോ കള്ളാണോ വേറെ എന്താണെന്ന് അറിഞ്ഞുകൂടാ, മൂക്കറ്റം കുടിച്ചിരിക്കുക. വലിയ വെളിവൊന്നുമില്ല, പൊക്കം കൊണ്ടൊരു മനുഷ്യനെയും ഈ ശവം കിടക്കുന്ന പോലത്തെ വേറൊരു ജീവിച്ചിരിക്കുന്ന ശവമാണത്. അദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്നു. ഈ കോൺക്രീറ്റ് ടേബിളിൻ്റെ ഒരു വശത്ത് വന്ന് അദ്ദേഹം നിന്നിട്ട് വീണ്ടും അദ്ദേഹം 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു.
വെയിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ആരംഭിക്കാൻ പറഞ്ഞു. ഈ ഈ നടക്കുന്ന ജീവനുള്ള ഈ ശവം കുമ്പിട്ടിട്ട് ഒരു സാധനം എടുത്തു. അതിനെടുത്തപ്പോൾ ഒരു കോടാലിയാണ്, നല്ല മൂർച്ചയുള്ളൊരു കോടാലി. പിന്നെ എന്നോട് നോക്കി. അപ്പോൾ എന്നോട് നോക്കിയപ്പോൾ എനിക്ക് ഈ കോടാലിയൊക്കെ കണ്ടപ്പോൾ അല്പം ഒരു പരിഭ്രാന്തിയിലിരിക്കുക. ഞാൻ ഡോക്ടറോട് പറഞ്ഞു തല കുലിക്കുകയെന്ന് പറഞ്ഞാൽ ആരംഭിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ശവം പോലത്തെ മനുഷ്യൻ ഈ കോടാലി എടുത്തിട്ട് ഇങ്ങനെ പൊക്കി ഈ കിടക്കുന്ന മരിച്ച മൃതശരീരത്തിൻ്റെ തല ഈ വശത്താഴയിലേക്ക് ഇങ്ങനെ പൊക്കി അത് താഴോട്ട് കൊണ്ടുവരുന്നു, ആഞ്ഞ് താഴോട്ട് കൊണ്ടുവരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആസ്പത്രിയിലത്തെ ഒരു ബെഡിൽ കിടക്കുകയാണ്. എല്ലാവരും അടുത്ത ഡോക്ടേഴ്സൊക്കെ ചോദിച്ചു സാറ് കുഴപ്പമില്ലോ എന്തോ. ഞാനവിടെ തലയിട്ട് വീണെടുത്തു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആ ജനറൽ ആസ്പത്രി അടുത്തുള്ളത് കൊണ്ട്. അപ്പൊ അന്ന് അങ്ങനെ തലയ്ക്ക് അടിക്കാനുള്ള കാരണം എന്തെങ്കിലും രഹസ്യ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടാണ്? അല്ലല്ല, അത് അവരുടെ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ രീതിയാണ്. ആദ്യം തല പെട്ടെന്ന് ഇതാകില്ല. ഓക്കെ, പിളർക്കൽ അല്ല, അതുകൊണ്ട് കോടാലി കൊണ്ട് വെട്ടിയാല തല. സാധാരണ വെട്ടുകത്തി കൊണ്ടോ കത്തി കൊണ്ടോ അന്ന്. ഇന്നിപ്പോൾ വേറെ ചെയിൻസോ അല്ലെങ്കിൽ മോട്ടോറൈസോ ഒക്കെ ഉണ്ടോ. അന്ന് കോടാലി കൊണ്ട് തല കൊണ്ടുവരുമ്പോൾ ഒരു അത് കൊണ്ടുവരുന്ന ഓർമ്മയുള്ളൂ. എനിക്ക് യാതൊരു ഓർമ്മയില്ല. പിന്നെ ഈ സിവിൽ സർവൻസ് കുറെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരൊക്കെ ആയിരിക്കും, കുറെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ. അത് അത്തരത്തിൽ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഹോർമീസ് തരകൻ, അദ്ദേഹം റോയുടെ തലപ്പത്തായിരുന്നു. അവിടെയൊക്കെ രഹസ്യ സ്വഭാവമുള്ളത് നമ്മുടെ സെക്യൂരിറ്റി കാര്യങ്ങളിലേക്കൊക്കെ വരും അല്ലേ. അത് പല രഹസ്യ സ്വഭാവങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ ശത്രു രാജ്യങ്ങളോ ശത്രു അല്ലാത്ത രാജ്യങ്ങളോ ഒക്കെ ഉപയോഗിച്ചാൽ അറിഞ്ഞാൽ അവർക്ക് അതിലൊക്കെ ഉണ്ട്. ബാക്കി ഇവിടെ എന്ത് സ്വകാര്യം. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഇത്രയും അധികം ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അല്ലേ, എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് ദ പ്ലഷർ ഇസ് എൻറ്റയർലി മൈൻ. ആ സന്തോഷം മുഴുവൻ എൻ്റെയാണ്. പ്രത്യേകിച്ച് അങ്ങേപോലെ ഇത്രയും തിരക്കുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോഴും ഒരു പരിപാടിയിൽ എനിക്കൊന്ന് കുറേ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ടല്ലേ. തൃക്കരിപ്പൂരിൽ ഞാൻ മത്സരിച്ചെടുത്തു. അതെ, അപ്പോൾ ചെറുപ്പം പിള്ളേരെ ഇത്രയും തിരക്കുകൾക്കിടയിലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചതിനും എന്നിൽ മറന്നു കിടന്നിരുന്ന ഒളിഞ്ഞു കിടന്നിരുന്ന പല പഴയ ഓർമ്മകൾ നൊസ്റ്റാൾജിയ മാത്രമല്ല, പല പഴയ ഓർമ്മകൾ നല്ലതും മോശമൊക്കെ. ഈ ഗാന്ധിജിനെ വരെ ഈ തലയ്ക്ക് കോടാലി വെച്ച് കൊടുക്കുന്ന നൊസ്റ്റാൾജിയ അല്ല, അതൊരു പേടി സ്വപ്നമാണ്. അതൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു അഭിമുഖം നടത്തുന്ന വ്യക്തിയുടെ കഴിവാണ്. ആ കഴിവ് ഗ്രിഗറിക്കുണ്ട്. അത് വളർത്തിക്കൊണ്ടുവരും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.